മലയാളം ഓൺലൈൻ ക്ലാസ്സിലേക്ക് എൻ്റെ പേര് നിഷാജ്. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മലയാളത്തിലെ വളരെ പ്രശസ്തനായ ചെറുകഥാകൃത്ത് കാരൂർ നീലകണ്ഠപിള്ള തയ്യാറാക്കിയിട്ടുള്ള ഉതുപ്പാന്റെ കിണർ എന്ന പാഠഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ചർച്ച. അപ്പോ ആദ്യം പറയാനുള്ളത് ഈ ഒരു എഴുത്തുകാരനെ കുറിച്ച് തന്നെയാണ്. ഞാൻ മുൻപ് സൂചിപ്പിച്ചിട്ടുണ്ട്, രചനകളിൽ വെച്ച് നമുക്ക് ഏറ്റവും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഇപ്പൊ കഥയാണെങ്കിലും കവിതയാണെങ്കിലും നോവലാണെന്നുണ്ടെങ്കിലൊക്കെ തന്നെ പഴയ സാഹിത്യത്തിലെ ഒരുപാട് നല്ല രചനകൾ കൊണ്ടുവന്ന ഒരു മേഖല തന്നെയാണ് ചെറുകഥകൾ എന്ന് പറയുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് എനിക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. കാരണം എല്ലാവരും പറയുന്ന പോലെ തന്നെ എളുപ്പത്തില് തീരുന്നതാണ്. അതുപോലെ തന്നെ ചിലപ്പോ നമ്മള് ഒരു 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 എന്താ ഒരുപാട് നേരം ഒന്നും ഇരിക്കേണ്ടി വരില്ല. ചിലപ്പോൾ ഒരുപാട് ദിവസം നമുക്ക് എല്ലാവർക്കും ക്യൂരിയോസിറ്റി, ആകാംക്ഷ വളരെ കൂടുതലാണ്. പെട്ടെന്ന് തന്നെ എല്ലാം കഴിയണം എന്നുള്ളത്, എളുപ്പത്തിൽ വായിച്ചു തീരാവുന്ന, ഒറ്റയിരിപ്പിൽ തന്നെ ഇരുന്ന് വായിച്ചു തീരാവുന്നു. അതിന്റെ ഒരു സാധ്യത എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ നമ്മൾ എല്ലാവരും ബാലരമയും ബാലഭൂമിയും ഒക്കെ വായിച്ചിരുന്ന കാലത്ത് നമ്മൾ അമർ ചിത്രകഥകൾ മാത്രമാണ് നമ്മൾ പലരും വായിച്ചിട്ടുണ്ടാവുക. ചിത്രകഥകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന എന്റെ ബാല്യത്തില് ഒരാഴ്ചയിൽ ഒരു ദിവസമാണ് ഈ പറയുന്ന പോലെ എന്താ ഇതിന്റെ ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് നമ്മുടെ ഒരു ഇത് വരുന്നത്, ബാലരമകളൊക്കെ വരുന്നത്. അപ്പോ ഒരാഴ്ച വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏതാണോ ദിവസം ആ ദിവസം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയിരിപ്പിന് തന്നെ ചിത്രകഥകളൊക്കെ വായിക്കും. പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് ആണ്. അപ്പോ ആ ഒരാഴ്ച ആയി കിട്ടാൻ ഇങ്ങനെ വൈകുന്ന സമയത്ത് പലപ്പോഴായിട്ടും അതിലെ ഏറ്റവും ചെറിയ കഥ വായിച്ച് അല്ലെങ്കിൽ പിന്നീട് അങ്ങനെ വായനയെ ശീലിച്ച് അല്ലെങ്കിൽ വായന ഇഷ്ടപ്പെട്ട ആളുകൾ ഒരുപാടുണ്ട്. അപ്പോ കാരൂരും വ്യത്യസ്തമല്ല. അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചനകളിൽ എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ഉതുപ്പാന്റെ കിണർ. ഉതുപ്പാന്റെ കിണർ എന്ന് പറയുന്ന ഈ പാഠഭാഗം അല്ലെങ്കിൽ ഈ ഒരു ചെറുകഥാഭാഗം വളരെയധികം നമ്മൾ പറഞ്ഞ പോലെ തന്നെ വായനക്കാരിൽ നല്ല അഭിപ്രായം ഉണ്ടാക്കിയിട്ടുണ്ട്. നിരൂപകരിൽ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പറയാം. അതുപോലെ തന്നെ ഞാൻ വായിച്ച കാരൂരിന്റെ കഥകളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥകൾ ഒന്നാണ് ഇത്. മറ്റൊന്ന് മരപ്പാവകളാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ പാഠഭാഗത്തിലേക്ക് കടക്കാം. പാഠഭാഗം നമ്മൾ വീണ്ടും ഓർമ്മിക്കുകയാണ്, 14-ാമത്തെ പാഠഭാഗം ഉതുപ്പാന്റെ കിണർ. അപ്പോ നമുക്ക് പേരിൽ നിന്ന്, എല്ലാ തവണയും തുടങ്ങുന്ന പോലെ പേരിൽ നിന്ന് തുടങ്ങാം. ഉതുപ്പാന്റെ കിണർ. പേര് സൂചിപ്പിക്കുന്ന പോലെ ഒരു കിണറാണ് പ്രധാന വിഷയം. പേരിൽ തന്നെ ഉണ്ട് ഉതുപ്പാന്റെ കിണർ. അല്ലെങ്കിൽ ചെറുകഥകളിൽ നിന്നല്ല, ചെറുകഥകളിൽ എപ്പോഴും നമ്മൾ പറഞ്ഞ പോലെ തന്നെ വളരെ ചുരുക്കം കഥാപാത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് വളരെ കുറഞ്ഞ സംഭവങ്ങൾ, അല്ലെ? അപ്പൊ അത്തരത്തിൽ തന്നെയാണ് നമ്മളുടെ ഈ കഥയും. അപ്പൊ അതുകൊണ്ട് തന്നെ വലിയ കഥാപാത്രങ്ങൾ എന്നല്ല, കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ ഉതുപ്പാൻ ഒഴികെ ബാക്കിയുള്ളവർക്കൊന്നും പേര് പോലും നൽകിയിട്ടില്ല. ആശയങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ പങ്കുവെച്ച് അങ്ങ് പോകുന്നേ ഉള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു രൂപത്തിൽ പറയണമെങ്കിൽ ഒരു നിഴലുകളായിട്ട് അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നു നിൽക്കുന്ന കഥാപാത്രങ്ങളായിട്ട് മാത്രം ആണ് പരിഗണിച്ചിട്ടുള്ളത്. കിണർ കഴിഞ്ഞാൽ കിണറിനാണ് ആദ്യ പ്രാധാന്യം. അത് കഴിഞ്ഞാലേ ഉതുപ്പാന് പോലും ഉള്ളൂ. അപ്പോ ഈ പറയുന്ന ഉതുപ്പാന്റെ കിണറിനാണ് നമ്മളുടെ കഥാഭാഗം. ആ ഒരു കിണർ നിർമ്മിച്ചതിന് ശേഷം ഈ പറയുന്ന നമ്മുടെ ലോകം, നമ്മുടെ നാട്, ഇപ്പൊ എല്ലാവർക്കും അറിയാം നഗരവൽക്കരണവും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോ ആ നഗരവൽക്കരണം മാറ്റിമറിച്ച ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ കഥയാണ്, അല്ലെങ്കിൽ ആ ഒരു കിണറിന് പറ്റിയ ആ ഒരു സംഭവത്തെ കുറിച്ചുള്ള കഥയാണ് നമ്മുടെ ഉതുപ്പാന്റെ കിണർ. നമുക്ക് കൂടുതലായിട്ട് വിശദീകരിച്ച് കഥയിലേക്ക് കടക്കാം. അപ്പൊ എല്ലാ തവണത്തെയും പോലെ നമുക്ക് ഇത്തവണയും അതിന്റെ PDF ഷെയർ ചെയ്തുകൊണ്ട് ആരംഭിക്കാം. എല്ലാ പ്രാവശ്യവും പറയുന്ന ഒരു കാര്യം വീണ്ടും ആവർത്തിക്കുകയാണ്. കഥാഭാഗങ്ങൾ എടുക്കുന്ന സമയത്ത് പൂർണ്ണമായിട്ട് വായിച്ച് ക്ലാസ് എടുത്തു പോകുന്ന രീതിയല്ല. എല്ലാ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഓരോ ഖണ്ഡികയായിട്ട് തിരിച്ച് ആ ഭാഗങ്ങളിൽ വരുന്ന പ്രധാനപ്പെട്ട ആശയങ്ങളും മറ്റ് വിശദീകരണങ്ങളും ഒക്കെ വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പാഠഭാഗം അല്ലെങ്കിൽ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പൊ ശ്രദ്ധിക്കാം. അപ്പോ നമുക്ക് ഷെയർ ചെയ്യാം.
അപ്പോൾ എല്ലാവർക്കും സ്ക്രീന് വ്യക്തമായി കാണുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോ ഉതുപ്പാന്റെ കിണർ, നേരത്തെ നമ്മൾ ശീർഷകത്തിന്റെ കുറിച്ചൊക്കെ ഒന്ന് ചർച്ച ചെയ്തു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമാണ് ചെറുകഥ. മലയാളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ നല്ല ഒരു പ്രധാന സാഹിത്യ രൂപമായിട്ടുള്ള ചെറുകഥ എന്ന് പറയുന്നത്, അതിനെ കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. വായിച്ചു നോക്കുക. ചെറുകഥ ഒരു ഗദ്യത്തിലുള്ള കൽപ്പിത കഥയാണ്. അത് കൽപ്പിത കഥയുടെ ഒരു ഉപവിഭാഗമാണെന്നാണ് പറയുന്നത്. കേസരി ബാലകൃഷ്ണപിള്ള നിർവഹിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ജീവിതത്തിലെ ഒരു സംഭവത്തിന്റെയോ രംഗത്തിന്റെയോ ഭാവത്തിന്റെയോ ഗദ്യത്തിലുള്ള ഒരു ചിത്രമാണ് ചെറുകഥ എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു, ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒന്നോ അല്ലെങ്കിൽ വളരെ കുറച്ച് നിമിഷങ്ങൾ മാത്രമുള്ള, ചിലപ്പോൾ കഥാപാത്രത്തിന് പേര് പോലും നൽകാത്ത, അല്ലെ, ചിലപ്പോൾ ഒരു രംഗം മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ ആ ഒരു കഥയിൽ. അത്തരത്തിലുള്ള ഒരു ചിത്രം മാത്രമാണ് ചെറുകഥ എന്ന് പറയുന്നത്. നോവലിലേതുപോലെയുള്ള കാര്യങ്ങൾ പരത്തി പറയുന്നതിന് പകരം എല്ലാം ചുരുക്കിയിട്ട് സംഗ്രഹിച്ച് നമ്മൾ വായനക്കാരിലേക്ക് എത്തിക്കുന്ന രീതിയാണ് ചെറുകഥയ്ക്ക് ഉള്ളത് എന്ന് പറയുന്നു. എന്നിട്ടും ഒരുപാട് അല്ലെങ്കിൽ ഒരുപാട് വായനക്കാർക്ക് ഇഷ്ടമുള്ള ഒരു സാഹിത്യ രൂപം തന്നെയാണ് ചെറുകഥ എന്നുള്ളത്. അപ്പോ നമ്മുടെ കഥയുടെ ആമുഖമാണ് നൽകിയിരിക്കുന്നത്, വായിച്ചു നോക്കുക. നമ്മുടെ മലയാളത്തിലെ ആദ്യ ചെറുകഥ വാസന വികൃതിയിൽ തുടങ്ങിയിട്ട് നിരവധി കഥകള്. അപ്പോ അത്തരത്തിൽ ഒരുപാട് രചനകൾ, നമ്മളുടെ എണ്ണം പറഞ്ഞ ചെറുകഥകള് മലയാളി പ്രേക്ഷക മനസ്സുകൾ കീഴടക്കിയ ഒരുപാട് കഥകളുണ്ട്. അത്തരത്തിൽ ഒന്ന് തന്നെയാണ് ഉതുപ്പാന്റെ കിണർ എന്നതിൽ യാതൊരുവിധ സംശയമില്ല. എണ്ണത്തിൽ കുറഞ്ഞ കഥാപാത്രങ്ങൾ. അപ്പോ അത്തരത്തിലുള്ള ഒരു ചെറുകഥ തന്നെയാണ് നമ്മുടെ ഉതുപ്പാന്റെ കിണർ. ഇനി രചയിതാവിലേക്ക് കടക്കുകയാണെന്നുണ്ടെങ്കിൽ കാരൂർ നീലകണ്ഠപിള്ള, മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ. ഫെബ്രുവരി 22, 1898 ജനനം. സെപ്റ്റംബർ 30, 1975 മരണം. അധ്യാപകനുമായിരുന്നു. അതുപോലെ തന്നെ മലയാള സാഹിത്യ ലോകത്ത് സൂക്ഷ്മമായ ജീവിത നിരീക്ഷണങ്ങൾ കൊണ്ട് വേറിട്ട് നിൽക്കുന്ന കൃതികളാണ്. മനുഷ്യ നന്മയിലാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. നന്മകളാൽ സമൃദ്ധമായ നാട്ടിൻപുറമാണ് കാരൂർ കഥകളുടെ തട്ടകം. അപ്പോ ഇതിൽ സൂചിപ്പിച്ച പോലെ, അല്ലെങ്കിൽ നമ്മുടെ ജീവചരിത്ര കുറിപ്പിൽ സൂചിപ്പിച്ച പോലെ തന്നെ, അദ്ദേഹത്തിന്റെ കഥകളെല്ലാം വായിച്ച അല്ലെങ്കിൽ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകും അദ്ദേഹം കഥകൾ എഴുതാൻ കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളത് എന്താണ്? മനുഷ്യരുടെ ഇല്ലായ്മകളും വല്ലായ്മകളും ഒക്കെ ആയിരുന്നു അദ്ദേഹത്തിന്റെ കഥകളിൽ ഉടനീളം മുഖ്യ വിഷയങ്ങളായിട്ട് അവയായിരുന്നു. അതുപോലെ തന്നെ നമ്മള് നേരത്തെ അധ്യാപകൻ എന്ന് പറഞ്ഞു. അദ്ദേഹം അധ്യാപകനായതുകൊണ്ട് തന്നെ സ്കൂൾ അധ്യാപകരുടെ ദാരിദ്ര്യവും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് കഥാവിഷയങ്ങളായിട്ടുണ്ടായിരുന്നു. അതുപോലെ ഒരുപാട്, അല്ലെ, അതിന് നമ്മളിങ്ങനെ വാദ്യാർ കഥകൾ എന്ന് പറയാറുണ്ട്, അല്ലെ, അധ്യാപകരുടെ കഥകൾ ഒരുപാട് അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ നേരിട്ട് അറിവുള്ള സംഭവങ്ങൾ, നേരത്തെ സൂചിപ്പിച്ച മരപ്പാവകളും പൂവമ്പഴവും ഉതുപ്പാന്റെ കിണറും ഇതിലെ ഏറ്റവും മുൻപന്തിയിൽ എത്തി നിൽക്കുന്ന ചെറുകഥകൾ തന്നെയാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഇനി ഇത് അദ്ദേഹത്തിന്റെ ചിത്രത്തോട് കൂടിയിട്ടുള്ള ഒരു ഗ്രന്ഥകാര പരിചയം തന്നെയാണ്. നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഒന്ന് വായിച്ചു നോക്കുന്നത് നന്നായിരിക്കും. 200-ൽ പരം ചെറുകഥകൾ, 3 നോവലുകൾ, 10 ബാലസാഹിത്യ ഗ്രന്ഥങ്ങൾ, 1 ലഘു നാടകം, അല്ലെ, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, അങ്ങനെ ഒരുപാട്, അല്ലെ, ഒരു ചെറിയ ഗ്രന്ഥകാര പരിചയം തന്നെ ഇതിലുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ 1975 സെപ്റ്റംബർ 30 മരണം. അപ്പൊ ഉതുപ്പാന്റെ കിണറിന്റെ ആദ്യ ഭാഗത്തേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, പ്രധാന കഥാപാത്രം ഒരു കിണർ തന്നെയാണ്. ആ കിണറും അത് നിർമ്മിച്ച ഉതുപ്പാനും തമ്മിലുള്ള ആത്മബന്ധം തന്നെയാണ് നമ്മുടെ കഥയിലുള്ള പ്രധാന വിഷയം. ആ ഒരു കിണറിന് എന്ത് സംഭവിക്കുന്നു, ആ സംഭവിക്കാൻ ഇടയായിട്ടുള്ള യന്ത്രവൽകൃത ലോകത്തെക്കുറിച്ചും ഈ പാഠഭാഗം ചർച്ച ചെയ്യുന്നു.
അതുപോലെ തന്നെ പാവങ്ങളോട് സമൂഹം പുലർത്തുന്ന അവഗണന എത്രത്തോളം ഈ പറയുന്ന ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വേട്ടയാടുന്നു അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്നു എന്നൊക്കെ നമുക്ക് പാഠഭാഗം നോക്കാം. അപ്പോ നമുക്ക് കഥയിലേക്ക് കടക്കാം. കഥാഭാഗത്തിൽ ആദ്യം തന്നെ ഉതുപ്പാനെ കുറിച്ചൊരു വിവരണമാണ് നൽകിയിരിക്കുന്നത്. ഉതുപ്പാനെ കുറിച്ചൊരു എന്താ പറയാ കഥാപാത്ര നിരൂപണം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കത്തക്ക രൂപത്തിൽ അവ നൽകിയിരിക്കുന്നു. ആ ഒരു ഇതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. ആ ചെറുനഗരത്തിൽ പലയിടത്തും ഉതുപ്പാനെ കാണാം. ഹോട്ടലുകളുടെ വാതിൽക്കൽ, വണ്ടിപ്പെട്ടിയിൽ, വള്ളക്കടവിൽ തന്നെക്കാൾ ഭാരമുള്ള ചുമടിന് കീഴെ, പട്ടണം ഉറങ്ങിയാൽ പീഡിക തിണ്ണയിൽ. അപ്പോ ഉതുപ്പാന് കൃത്യമായിട്ട് വീടോ നാടോ ഒന്നുമില്ല. ഏത് ജോലിയും ചെയ്യാൻ സന്നദ്ധനാണ് എന്നുള്ളത്. എന്ത് ജോലിയും ചെയ്യും. ഈ പറയുന്ന രൂപത്തിൽ എവിടെ വേണമെങ്കിലും കിടക്കും. ഒരു വീടില്ല, കുടുംബമില്ല, അല്ലെങ്കിൽ മറ്റ് ജോലികൾ ചെയ്യുന്ന ഏത് ജോലി ചെയ്യാനും യാതൊരുവിധ മടിയുമില്ലാത്ത ഒരു കഥാപാത്രമാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ കഴിയും മട്ടിൽ പണിയെടുത്ത് കിട്ടുന്ന കൊണ്ട് എന്ത് ചെയ്യും, ഉപജീവിച്ച് പോകുന്ന ഒരു കഥാപാത്രം. ആരുമില്ല എങ്കിലും തനിക്കും ചില ചുമതലകൾ ഉണ്ടെന്ന് പറയുന്ന ഉതുപ്പാൻ കരുതും. അവന്റെ ജീവിതാവശ്യങ്ങൾ ലഘുവാണ്. നമ്മളുടെ ഓരോരുത്തർക്കും ജീവിതാവശ്യങ്ങൾ വളരെ ലഘു തന്നെയാണ്. പക്ഷേ ഉതുപ്പാൻ പറയുന്ന പോലെ അല്ലെങ്കിൽ മനുഷ്യരെല്ലാവരും പറയുന്ന പോലെ അവനവന്റെ ജീവിതാവശ്യം ലഘുവാണ്. പക്ഷേ അത് അവനവനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഗുരുവാണ്. ഗുരു എന്ന് പറഞ്ഞാൽ വലുതാണ്, അല്ലെങ്കിൽ അതാണ് നമ്മൾക്ക് ഏറ്റവും വലുത്. അവന്റെ ഓരോ നാളുകളും കഴിഞ്ഞു പോകുന്നുണ്ട്. അവനാൽ കഴിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇതാവുന്നുണ്ട്. അവന്റെ ഉദരത്തിന്റെ പരാതി മാത്രമാണ് അവൻ ഉറക്കുപാട്ട്. എല്ലാവരുടെയും പോലെ തന്നെ വിശപ്പ്, വയറിന്റെ ആ ഒരു പരാതി മാത്രമാണ് അവന്റെ ഉറക്കുപാട്ട്. അവനും പലപ്പോഴും പല കാര്യങ്ങളും കാഴ്ചകളും ഒക്കെ അവന്റെ ജീവിതത്തിൽ കാണുമ്പോൾ സങ്കടങ്ങളൊക്കെ തോന്നുന്നുണ്ട്. ഈ പറയുന്ന ഒന്ന് രണ്ട് ഉദാഹരണങ്ങളിലെ വഴിയാത്രക്കാരോട് കേണിരക്കുന്ന കണ്ണ് കാണാത്ത ആളുകളെ കുറിച്ചും, അല്ലെങ്കിൽ മഴയത്തും നനഞ്ഞും വഴിവക്കിൽ കഴിച്ചു കൂട്ടുന്ന കുട്ടികളെയും, ചായക്കടയുടെ മുമ്പിൽ വെള്ളം ചോദിച്ചിട്ട് ചൂടുവെള്ളം എന്ത് ചെയ്യുന്നു, തലവഴി ഒഴിക്കപ്പെട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കപ്പെട്ട ആളുകളെ കുറിച്ചൊക്കെ ആലോചിക്കുമ്പോൾ സഹതാപവും മറ്റും തോന്നാറുണ്ട്. പക്ഷേ ഈ പറയുന്ന ഉതുപ്പാന്റെ കഥാപാത്രത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ സഹതപിക്കുന്നത് പോലും ഒരു അഹങ്കാരം. കാരണം അവനില്ലല്ലോ, അല്ലെങ്കിൽ എനിക്കത് ഉണ്ടല്ലോ എന്നുള്ള രൂപത്തിലേക്ക് ഒരു പക്ഷേ അതൊരു അഹങ്കാരത്തിന്റെ സ്വരമായിട്ട്, അല്ലെങ്കിൽ അഹങ്കാരത്തിന്റെ ഒരു ഭാവമായിട്ട് മാറാം എന്ന് തോന്നിയത് കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ചിന്തിക്കാറുണ്ട്. അവൻ എല്ലാവരെയും സഹായിക്കാനൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അതിനുള്ള കഴിവില്ല. അപ്പൊ പല ആൾക്കാർക്കും ഈ ഒരു മനസ്സാണ് ഇല്ലാത്തത്. പല ആളുകൾക്കും സഹായിക്കാനുള്ള കഴിവുണ്ട്, പക്ഷേ സഹായിക്കാനുള്ള മനസ്സില്ല. ഉതുപ്പാന്റെ കേസ് നേരെ തിരിച്ചാണ്. ഉതുപ്പാന് സഹോദരങ്ങളെ സഹായിക്കാനുള്ള ആഗ്രഹമുണ്ട്, പക്ഷെ അതിനുള്ള കഴിവില്ലാഞ്ഞിട്ടാണ്. അപ്പൊ നേരത്തെ സൂചിപ്പിച്ച പോലെ ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രം ആര്, എന്ത്, എങ്ങനെയെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉതുപ്പാനെ കുറിച്ച് എഴുതാൻ പറ്റുന്ന കാര്യങ്ങൾ അടങ്ങിയതാണ് ആദ്യ ഖണ്ഡിക നൽകുന്നത്. തുടർന്ന് കഥയിലേക്ക് പോകാൻ അടുത്ത ഖണ്ഡികയിൽ നോക്കൂ. അങ്ങനെ അവന്റെ ജീവിതം അങ്ങനെ പോവുകയാണ്. അവൻ വളരുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ പട്ടണം വളരുന്നതിനനുസരിച്ച് അവനും വളർന്നിങ്ങനെ വരികയാണ്. അവന്റെ അച്ഛനമ്മമാരുണ്ടായിരുന്നെങ്കിൽ അവർക്കൊരു താങ്ങാണ് അവൻ എന്ന് കരുതിയിട്ട് അവരൊക്കെ സന്തോഷിക്കുമായിരുന്നു എന്നുള്ളത് പറയുന്നു. അങ്ങനെ സാധാരണ ജീവിതം നയിക്കുന്ന അദ്ദേഹം ഓരോ ജോലിക്ക് പോകുകയും ഒഴിവ് സമയങ്ങളൊക്കെ പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ സുവിശേഷ പ്രസംഗങ്ങളൊക്കെ കേൾക്കാൻ ചെലവാക്കി. അങ്ങനെ കുറച്ചു കഴിഞ്ഞപ്പോ അദ്ദേഹം തന്നെ എന്ത് ചെയ്തു, ക്രമേണ വഴിവക്കിലും ചന്തമുക്കിലൊക്കെ ചെന്നിട്ട് ആളുകൾക്ക് മറ്റും വേദോപദേശം ചെയ്യുന്നതും കുട്ടികൾക്കൊക്കെ യേശു കഥകളൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ നിത്യജോലി ഏർപ്പെട്ട് ദിവസം ഇങ്ങനെ പോവുകയാണ്. അപ്പൊ ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ പ്രായമൊന്നും ഇതിലെവിടെയും ഇതാക്കുന്നില്ല. പക്ഷെ ഒരു യുവാവ്, കാരണം സ്റ്റാർട്ടിങ് തൊട്ട് അല്ലെങ്കിൽ അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഇപ്പോഴും ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു നല്ലൊരു ഭാഗം കടന്നു പോയതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോ പ്രായം നമുക്ക് ഒരു യുവത്വം അല്ലെങ്കിൽ യുവാവാണെന്നുള്ള രൂപത്തിലേക്ക് കണക്കെടുക്കാം. അങ്ങനെ കാലം ഇങ്ങനെ കടന്നുപോയി. അങ്ങനെ ആദ്യമായിട്ട് ആ നഗരത്തിന്റെ മൂലയിൽ പുതുതായി നിർമ്മിക്കപ്പെട്ട ഒരു റോഡിന് ത്രികോണാകൃതി പ്രാപിച്ച ഒരു തൊണ്ടുപുരയിടം വാങ്ങാനുള്ള പണം അവനുണ്ടാക്കി. അവന് ചെയ്യുന്ന ജോലിയും മറ്റു കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് അവന് മറ്റ് ചെലവുകളൊന്നുമില്ല. ആകെ ഈ പറയുന്ന ഭക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ആ ഒരു
പണം ഒഴിച്ചു വെച്ചാൽ ബാക്കി അവനെല്ലാം ഒരു കൂട്ടി വെച്ച് ആ നഗരത്തിന്റെ ആ സ്ഥലത്തെ കുറിച്ച് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആ ഒരു നഗരത്തിന്റെ മൂലയിൽ പുതുതായിട്ട് ഒരു റോഡ് നിർമ്മിച്ചു. ആ റോഡ് നിർമ്മിച്ചപ്പോ അവന് ആ റോഡ്, ഇപ്പൊ ഉദാഹരണം നമുക്ക് മനസ്സിലാക്കാം, ഒരു വൈ പോലത്തെ അല്ലെങ്കിൽ കോണോട് കോൺ കൂടിയിട്ടുള്ള ഒരു റോഡായത് കാരണം അതിന്റെ നടുവിലെ ഒരു നടുവിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റോഡ് കൂടുന്ന സ്ഥലത്ത് ഒരു ത്രികോണാകൃതിയിലായിരിക്കും ആ ഒരു ഭാഗം ഉണ്ടാവുക, വളരെ കുറച്ച്. ആ സ്ഥലം വാങ്ങാൻ അത്ര കുറച്ചേ ഉള്ളൂ, അത്ര ചെറിയ സ്ഥലമാണ്. നമ്മൾ വിചാരിച്ച പോലെ എന്താണ് വലിയൊരു വീടും ഇതൊന്നും വെക്കാനുള്ള ഒരു സ്ഥലമൊന്നും അവിടെ ഇല്ല. ഒരു ചെറിയ സ്ഥലം. ആ സ്ഥലം വാങ്ങാനുള്ള പണം അവൻ ഉണ്ടാക്കി. അങ്ങനെ ആദ്യമായിട്ട് അവൻ ഭൂമി അല്ലെങ്കിൽ ഭൂസ്വത്തിന് ഉടമയായിട്ട് മാറുകയാണ്. അപ്പൊ സാധാരണ നമ്മളെല്ലാവരും പറയും അല്ലെ, അവന് ഏറ്റവും കൂടുതൽ വേണ്ടത് ഒരു വിലാസമാണ്, അതുപോലെ തന്നെ ഒരു ഭൂമി, സ്വന്തമായിട്ട് ഭൂമി ഉണ്ടാക്കിയിടുകയാണ് ഏറ്റവും വലുത് എന്നുള്ളത്. അതിനുശേഷം ഒരു വീട്, അങ്ങനെയൊക്കെയാണ് ഓരോ പടിപടിയായിട്ട്. പക്ഷേ ഈ നേരത്തെ സൂചിപ്പിച്ച പോലെ വീടൊന്നും വെക്കാനുള്ള സ്ഥലം വളരെ ചെറിയ ഒരു പരിമിതമായിട്ടുള്ള ഒരു സ്ഥലം മാത്രമാണ് ഉള്ളത്. അപ്പൊ നമുക്ക് എന്താ ചെയ്യുന്ന നോക്കാം. അപ്പോ ആ സ്ഥലത്ത് എവിടെ അയാൾ സ്വന്തം ഭൂമിയിൽ ജോലി. ആ സ്വന്തം ഭൂമിയിൽ ജോലി തുടങ്ങി. എന്തായിരുന്നു ജോലി? കിണർ കുഴിക്കുകയായിരുന്നു ആ ജോലി. അത്രയ്ക്ക് മാത്രമുണ്ട് ആ സ്ഥലം. ആ ഒരു വാക്യം നോക്കൂ, അത്രയ്ക്ക് മാത്രമുണ്ട് ആ സ്ഥലം. അതിനർത്ഥം അത്രയ്ക്കേ ഉള്ളൂ എന്നാണ്. ഒരു കിണർ കുഴിക്കാനുള്ള ഒരു സ്ഥലം, ഒരു കിണറിന്റെ ഒരു വൃത്തത്തിന്റെ ആ ഒരു കിണറിന്റെ വൃത്തത്തിന്റെ വലിപ്പമുള്ള ഒരു സ്ഥലം മാത്രമാണ് അത്. അതിനുള്ള സ്ഥലമേ അവിടെ ഉള്ളൂ എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ പറഞ്ഞ പോലെ എല്ലാവരും വ്യത്യസ്തരാണ്, ഉതുപ്പാനും വ്യത്യസ്തരാണ്. അവിടെ എന്ത് ചെയ്യണമെന്ന് ഉതുപ്പാൻ നേരത്തെ ചിലപ്പോൾ മനസ്സിൽ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവാം. എന്നാലും എന്തിനാവും കിണർ അല്ലേ? ഈ പറയുന്ന ആദ്യമായിട്ടൊരു ഭൂസ്വത്തിന് ഉടമയായ സമയത്ത് ഒരു കിണർ കുഴിക്കാനാണ് ഉതുപ്പാൻ തീരുമാനിച്ചത്. അങ്ങനെ കഴിയുന്നിടത്തോളം അവൻ തന്നെ കുഴിച്ചു. വേണ്ടി വന്നപ്പോൾ ഒരു കൂലിക്കാരനെ കൂട്ടുകയും ചെയ്തു. കഴിയുന്നിടത്തോളം അവൻ കുഴിച്ചു എന്ന് പറയും, നമുക്ക് ചിന്തിച്ചു നോക്കാൻ പോലും കഴിയാത്ത ഒന്നാണ് അല്ലെ, ഒറ്റയ്ക്ക് കിണർ കുഴിക്കുക എന്നൊക്കെ പറയുന്നത്. അതായത് കിണർ കുഴിക്കുക ഇന്നത്തെ കാലത്തൊക്കെ എത്രയോ ദിവസങ്ങൾ എടുക്കുന്ന, എത്രത്തോളം പ്രയാസകരമായിട്ടുള്ള ഒരു ജോലിയാണ്. എത്രയോ, അല്ലെങ്കിൽ ഓരോ കോലിനൊക്കെ എത്രയാണ് ഇന്നത്തെ കാലത്ത് പണം അല്ലെങ്കിൽ ഈടാക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അത്തരത്തിൽ നോക്കുന്ന സമയത്ത് ഒറ്റയ്ക്കൊരു കിണർ കുഴിക്കാൻ അല്ലെങ്കിൽ തുടങ്ങാന്ന് പറയാൻ തന്നെ എനിക്ക് ആലോചിക്കുമ്പോൾ അല്ലെ, നമുക്ക് ആലോചിക്കുമ്പോൾ ഭയങ്കര പ്രയാസമാണ്, അല്ലെങ്കിൽ ചിന്തിക്കുമ്പോൾ. അപ്പോ കഴിയുന്നിടത്തോളം കാലം അവൻ ഒറ്റയ്ക്ക് കുഴിച്ചു എന്ന് പറയുമ്പോൾ അത്രത്തോളം ഒരുപാട് അവൻ കുഴിച്ചു എന്നാണ്. പിന്നീട് വേണ്ടി വന്നപ്പോൾ ഒരു കൂലിക്കാരനെ കൂടി കൂട്ടി. അതായത് തന്നെ കൊണ്ട് ഒറ്റയ്ക്ക് പൂർണ്ണമായും കുഴിക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ഒരു കൂലിവേലക്കാരനെ കൂടി കൂട്ടിയിട്ട് അത് തുടരാനാണ് ഉതുപ്പാൻ തീരുമാനിച്ചത്. അപ്പൊ ഈ ഒരു ഭാഗം ഇത്രയാണ്. അവന്റെ ജീവിതം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഒരു ഭൂസ്വത്ത് വാങ്ങുവാനുള്ള പണം അവനുണ്ടാക്കി. ആ ഭൂസ്വത്ത് എന്ന് പറയുന്നത് ഒരു റോഡിന് അല്ലെ, ഒരു റോഡിന്റെ അടുത്ത് അത് പുതിയതായിട്ടുണ്ടാക്കിയ റോഡ് കൊണ്ട് ഒരു ത്രികോണാകൃതി ഉണ്ടായിപ്പോയ, അല്ലെങ്കിൽ ഉണ്ടായപ്പോയ ഒരു പുരയിടം, ഒരു സ്ഥലമാണ് അവന് വാങ്ങിയത്. ആ വാങ്ങിയ സ്ഥലത്ത് ഒരു ജോലിയും തുടങ്ങി, മറ്റൊന്നുമല്ല, കിണർ കുഴിക്കുക. അങ്ങനെ കിണർ കുഴി നടന്നുകൊണ്ടിരിക്കുക. അപ്പോ അപ്പൊ നമ്മളെല്ലാ ആളുകൾക്കും അല്ലെങ്കിൽ പൊതുവെ ഉള്ളൊരു സ്വഭാവമാണ് എന്തെങ്കിലും കാണുന്ന സമയത്ത് അഭിപ്രായം പറയാം. അതിപ്പോ ചില ആളുകൾ നേരിട്ട് പറയും, ചില ആളുകൾ മനസ്സിൽ പറയും, ചില ആളുകൾ മറ്റുള്ള ആളുകളോട് പറയും. അപ്പോ ഉതുപ്പാന്റെ ഈ ഒരു ഇത് കണ്ടപ്പോ പല ആളുകളും പല അഭിപ്രായം പറഞ്ഞു. അതിൽ ചിലതാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. ഞാൻ എന്ത് ഭ്രാന്തനാണ് അല്ലേ, ഇനി വല്ല നിധിയും കിട്ടുമെന്ന് വിചാരിച്ചിട്ടാണോ ഇങ്ങനെ പാടുപെടുന്നത് എന്ന് പരിഹാസ രൂപേണ പലരും പറഞ്ഞു. പക്ഷെ ഉതുപ്പാൻ അതൊന്നും കാര്യമാക്കിയില്ല. അത് മാത്രമല്ല, നന്നായിട്ട് അധ്വാനിച്ച് കിണർ കുഴിക്കുന്നതിൽ തുടർച്ചയായിട്ട് തുടരുകയും ചെയ്തു. അങ്ങനെ കിണർ താണു വന്ന ക്രമത്തിന് ഉതുപ്പാന്റെ ഉത്സാഹം അങ്ങനെ ഉയർന്നു വരുന്നു. അങ്ങനെ മണ്ണ് മാറി, കല്ല് കണ്ടു കുമ്മായ മണ്ണായി.
നോക്കല്ലേ, ഒരു കിണർ, നമ്മൾ കിണർ കുഴിക്കുമ്പോൾ സാധാരണ മുകളിൽ കുറച്ച് മണ്ണുണ്ടാവും, മണ്ണ് മാറി അത് കല്ലാകും, കല്ല് മാറി മാറി അല്ലെങ്കിൽ ഓരോരോ സ്ഥലത്തിനനുസരിച്ച് വ്യത്യസ്തമാണ്. എന്നിരുന്നാലും അവസാനം കല്ല് കല്ല് അല്ലെങ്കിൽ കല്ല് കണ്ട് അവസാനം കല്ല് പൊട്ടിച്ച് അവസാനം വെള്ളം കാണുന്നതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, കുമ്മായ മണ്ണ് അഥവാ ചേറ്, അല്ലെ, അവിടെ എത്തി കുറച്ചും കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിന് നനവ് കാണും. ആ നനവ് കണ്ടു. അങ്ങനെ ആ വെള്ളം, ആ ഒരു നിമിഷത്തിരിക്കുകയാണ്, ആ കിണറിൽ വെള്ളം കണ്ടു. വെള്ളം കണ്ട് ഉടമസ്ഥന്റെ ഉള്ളം കുളിർത്തു. അപ്പോ പലപ്പോഴും ഇന്നത്തെ കാലത്ത് നമ്മൾ കിണർ കുഴിക്കുന്നതിന് സ്ഥലം നോക്കുക, അത് നോക്കുക, ഇവിടെ വെള്ളമുണ്ടോ അവിടെ വെള്ളമുണ്ടോ, ആ രൂപത്തിലൊക്കെ നോക്കിയിട്ടാണ് ഒരു കിണർ കുഴിക്കുക. ഇവിടെ കഥാഭാഗത്തിലെ ഉതുപ്പാൻ കിട്ടിയ ഭൂമിയിൽ കിണർ കുഴിക്കാനാണ് ശ്രമിച്ചത്. അവിടെ വെള്ളമുണ്ടാകുമെന്നുള്ള ധാരണയിലോ മറ്റോ ഉതുപ്പാൻ അവിടെ കുഴിച്ച് മണ്ണ് കണ്ട്, കല്ല് കണ്ടു, അവസാനം കുമ്മായ മണ്ണിലേക്ക് എത്തി, മണ്ണിന് നനവ് കണ്ടു. അവസാനം ആ പറഞ്ഞ ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന്റെ ആഗ്രഹം എന്ന വണ്ണം ആ കിണറിൽ ആദ്യമായിട്ട് വെള്ളം കണ്ട അവസ്ഥ. ആ ഒരു അവസ്ഥയിൽ ആ ഉടമസ്ഥന്റെ, നമുക്ക് എത്രത്തോളം സന്തോഷം ഉണ്ടാവില്ലേ. നമ്മളെ ഇന്നത്തെ കാലത്തൊക്കെ കിണർ പല രൂപത്തിലാണ്. പണ്ട് കാലങ്ങളിലൊക്കെ വീട്ടില് കിണർ കുത്തുന്ന സമയത്ത് കുട്ടികളാവുന്ന, അല്ലെങ്കിൽ ഞാനൊക്കെ എന്റെ വീട്ടില് കിണർ കുത്തുന്ന സമയത്തൊന്നും, അല്ലെങ്കിൽ കിണറുള്ള സമയത്തൊന്നും അല്ലെങ്കിൽ പുതുതായിട്ട് കുത്തിയതല്ല, ഓൾറെഡി ഉള്ള കിണറാണ്. തൊട്ടടുത്തൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ കാണുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോ ദിവസവും പോയി നോക്കും, എത്രയായി അല്ലെ എന്നുള്ള രൂപത്തിൽ, ഇന്ന് വെള്ളം കണ്ടോ എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ ഇതാകും. ഇന്നത്തെ കാലത്ത് കിണറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പലപ്പോഴും എന്താണ്, പല ആളുകളും കുഴൽ കിണറിലേക്ക്, അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകളും കുഴൽ കിണറിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ എന്റെ മക്കളോട് ചോദിക്കുന്ന സമയത്ത്, നിങ്ങളുടെ വീട്ടിൽ കിണറുണ്ടോ ചോദിക്കുമ്പോൾ ഉണ്ട്. അപ്പോ ഒരു കുട്ടി പറഞ്ഞ കിണറുണ്ട് പക്ഷെ കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പൊ കുഴൽ കിണറാണോ? അല്ല, കുഴൽ കിണറല്ല. പിന്നെ എവിടെ ചോദിച്ചപ്പോ അവരുടെ കാർ പോർച്ചിന്റെ അടുത്താണ് കിണർ. അപ്പൊ എങ്ങനെ വെള്ളത്തിന് വേണ്ടിയിട്ട് മോട്ടർ ഇട്ടിട്ടുണ്ട്. അപ്പൊ എവിടെയാണ് കിണർ അടിയിലാണ്. അതിന് മുകളിലൂടെ ഒരു എന്ത് ചെയ്തിട്ടുണ്ട്, കോൺക്രീറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സ്ലാബ് ഇട്ടിട്ടുണ്ട്. അപ്പോ വെള്ളം കോരാനൊന്നും പറ്റില്ല. കിണർ അവിടെ ഉണ്ട്. ആ അടിയിൽ നിന്നും വെള്ളം മോട്ടോർ വഴി മുകളിലേക്ക് എത്തും. അപ്പൊ ഇന്ന് കിണറിന്റെ രൂപം ചോദിച്ചു, കുറച്ചു കാലത്ത് കിണറിന്റെ രൂപമൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മള് നമ്മളുടെ മനസ്സിലുള്ള ആ ഒരു വൃത്തവും അല്ലെങ്കിൽ ഈ പറയുന്ന അരഞ്ഞാണവും അല്ലെങ്കിൽ കപ്പിയും ഇതൊക്കെ കുറച്ച് കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇപ്പൊ തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്, ആ രൂപത്തിലേക്ക് വരും. അപ്പോ അതിലൊരു വെള്ളം കാണുമെന്ന് പറയുന്ന ഒരു സമയത്ത് അല്ലെ ഉണ്ടാകുന്ന ഒരു സന്തോഷം വളരെ വളരെ ഇതാണ്. ആ ഒരു ഉറവ പൊട്ടിങ്ങനെ പതിയെ അല്ലെ വെള്ളം വരുന്നത്. പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് ഇടയ്ക്ക് സുന്ദരകില്ലാടി സിനിമയെ കുറിച്ചൊക്കെ ഓർത്തുപോയി. അപ്പോ അങ്ങനെ ആ നിസ്സഹായൻ ദൈവത്തെ സ്തുതിക്കുകയാണ് ആ ഒരു സന്തോഷത്തിൽ. അന്നത്തെ സന്തോഷം അടങ്ങാതെ അദ്ദേഹം കൂട്ടുവേലക്കാരന് ഒരു 4 ചക്രം അല്ലെ, 4 ചക്രം, കാലാലോചിച്ച് നോക്ക് അല്ലെ, ചക്രം അല്ലെ, പണ്ടത്തെ പണമാണ്. അപ്പോ ഒരുപാട് മുമ്പുള്ളതാണെന്നുള്ളത് ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളിൽ നിന്നും മറ്റൊക്കെ നമുക്ക് മനസ്സിലാകാം. ചക്രാണ്, ചക്രത്തിന്റെ കാലാണ്. പാരിതോഷികം അല്ലെ, സമ്മാനമായിട്ട് അല്ലെങ്കിൽ സന്തോഷപൂർവ്വം കൊടുത്തു. അങ്ങനെ ഒരുപാട് നേരം ഇങ്ങനെ ആ ഒരു കിണർ, ആ കിണറിലുണ്ടായ ചിറ്റോളം ഇങ്ങനെ ഉതുപ്പാൻ ഇങ്ങനെ നോക്കി അല്ലെ. അപ്പോ കിണർ പൂർണ്ണമായിരിക്കുകയാണ്. കിണർ പൂർണ്ണമാവുകയാണെങ്കിൽ വെള്ളം കണ്ടു, അതാണ് ഏറ്റവും വലുത് അല്ലെ. വെള്ളം കണ്ട ആ ഒരു സന്തോഷമാണ് ആ ഭാഗം ചർച്ച ചെയ്യുന്നത്. പണ്ടൊക്കെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. കിണറിൽ വെള്ളം കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം ആയതിനു ശേഷം അതില് അല്ലെ, അവിലും പഴമൊക്കെ നുറുക്കിയിട്ടിട്ട് അവിലും വെള്ളം ഉണ്ടാക്കിയിട്ട് ആ കിണറിലെ വെള്ളം കണ്ട സന്തോഷം പങ്കുവെക്കുക എന്നുള്ളത് ഇന്നത്തെ കാലത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. പലരും ചെയ്തിട്ട് അല്ലെങ്കിൽ കുടിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോ കിണറായി. പക്ഷെ കിണറായാൽ മാത്രം പോരല്ലോ അല്ലെ, കിണറിൽ വെള്ളം കണ്ടാൽ മാത്രം മതിയോ? ഏതൊരു കാര്യമാണെന്നുണ്ടെങ്കിലും എന്ത് വേണം? ആ ഒരു കിണർ ഉപയോഗപ്രദമാകുന്ന രൂപത്തിലേക്ക് വരണം. അതായത് വെള്ളം കോരാൻ പറ്റണം, എടുക്കാൻ പറ്റണം, കുടിക്കാൻ പറ്റണം, ഉപയോഗിക്കാൻ പറ്റണം. അപ്പോ ഉതുപ്പാൻ വെള്ളം കണ്ട സന്തോഷത്തിലാണ്. പക്ഷേ ഉതുപ്പാനുണ്ടായ സന്തോഷം ബാക്കിയുള്ള ആളുകൾക്കില്ല അല്ലെ. നമ്മൾ പറയുന്ന സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾക്കൊന്നും വലിയ രസം തോന്നിയിട്ടുണ്ടാവില്ല. പക്ഷേ ഉതുപ്പാന്റെ സന്തോഷം അവൻ നാടൊട്ടക്കുള്ള ആൾക്കാരോട് പറഞ്ഞ് നടന്നു. ബാക്കിയുള്ളവർക്ക് അത്രത്തോളം ഒന്നും രസം തോന്നിയില്ല എന്ന് എടുത്തു പറയുന്നു. പലരും അവന്റെ ഹൃദയശുദ്ധിയുടെ അടിത്തട്ട് കാണാൻ എന്ന വണ്ണവട്ടം കിണർ ചുഴിഞ്ഞിറങ്ങി. ഇവിടെ
ആ കുട്ടികൾ കിണറ്റിൽ വലിയ കല്ലെടുത്തിട്ട് മാറ്റല് കേട്ട് രസിച്ചു. കുട്ടികൾക്കുള്ള കുട്ടിക്കാലത്തുണ്ടായ ഒരു സ്വഭാവമാണ് അല്ലെ. നമുക്ക് പണ്ടൊക്കെ കിണറില് നമ്മള് അമ്മമാരും അച്ഛന്മാരൊക്കെ പറയും, അല്ലെങ്കിൽ അച്ഛനും അമ്മയൊക്കെ പറയും, എന്താണ് അങ്ങോട്ടേക്ക് പോകരുതെന്നൊക്കെ പറയും. കിണറ് ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അതിൽ നിന്ന് വരുന്ന ആ ഒരു എക്കോയാണ് അല്ലെ. ഹലോ 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 അല്ലെ. ഓരോരുത്തർ കൂട്ടുകാരുടെ പേരൊക്കെ വിളിക്കും. അപ്പൊ അത് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അതുപോലെ തന്നെ കിണറിന്റെ ചുറ്റും ഉണ്ടാവുന്ന ഒരു ചെടിയുണ്ട്. ആ ചെടിയുടെ ഇല നമ്മളെ കയ്യിൽ ഇങ്ങനെ പതിക്കുന്ന സമയത്ത് ഒരു വെള്ള നിറത്തിലൊക്കെ വരും. അതൊക്കെ ഒരു കാലം. അപ്പൊ അന്ന് ഞങ്ങൾ കളിക്കുന്ന സമയത്തൊക്കെ കിണറ്റില് പന്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പന്ത് കപ്പിയുള്ള ഭാഗത്തേക്ക് വന്നിട്ട് വേണം എടുക്കാന്. അപ്പൊ അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, കല്ലിങ്ങനെ ഇടും. കല്ലെടുക്കുന്ന ഇടുന്ന സമയത്ത് ഈ പറയുന്ന എക്കോയുടെ ഇത് അല്ലെ, ഒരു ബ്ലും എന്ന് പറയുന്ന സൗണ്ടിന്റെ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പൊ അത് കേൾക്കാൻ വേണ്ടിയിട്ട് പന്ത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ ഇങ്ങനെ തമാശക്ക് ഇടാറുണ്ട്. അപ്പോ തൊട്ടടുത്തുള്ള ചേച്ചി പറയും കിണറ്റിലേക്ക് കല്ലിടാൻ പാടില്ല, കല്ലിട്ടിട്ടുണ്ടെങ്കിൽ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൂക്കുകൊണ്ട് എടുക്കേണ്ടി വരുന്നു. അപ്പൊ ഞാൻ എന്റെ കയ്യിലുള്ള കല്ലൊന്ന് നോക്കി, അയ്യോ ഈ വലുപ്പമുള്ള കല്ലൊക്കെ ഞാൻ എങ്ങനെ മൂക്കുകൊണ്ട് എടുക്കും എന്നുള്ളത്. ഓരോരുത്തരുടെ വിശ്വാസം. അപ്പോ കുട്ടികൾക്ക് ആരുടെ കിണറാ അല്ലെങ്കിൽ എന്താ എന്നുള്ളതൊന്നുമില്ല, അവര് ആ കല്ലിട്ട് ഇങ്ങനെ കളിക്കുന്നു എന്ന് മാത്രം. ആ സമയത്ത് അയൽവക്കത്തുള്ള ഒരു കിഴവി പറയാണ്, ആ തെമ്മാടി വഴിയുടെ വക്കിന് ഒരു കിണർ കുഴിച്ചിട്ടിരിക്കുന്നു, ആ പശുവിനെ കഴിച്ചിട്ടുണ്ടെങ്കിൽ കൂടെ കൂടെ നോക്കി വെക്കണേ എന്നുള്ളത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, കിണറായിട്ടുണ്ട്, വെള്ളം കോരാൻ പാകത്തിനായിട്ടുള്ള ഒന്നുമില്ല, ഒരു അരഞ്ഞാണം എന്ന് പറഞ്ഞ ചുറ്റുമതില് അതുപോലും കെട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും ആപത്തിൽ പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോ നമ്മൾ പണ്ടൊക്കെ കാലികളെയൊക്കെ എന്ത് ചെയ്യും, മേയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വിടും. അപ്പൊ അഴിച്ചു വിടുന്ന സമയത്ത് അതിലെങ്ങനെ വീണാൽ അതന്നെ അവസ്ഥ. അപ്പൊ ഒരു കിഴവി പറയാണ്, ആ തെമ്മാടി വഴിയുടെ വക്ക്, അതും വഴിയില്ലേ, നമ്മൾ റോഡിന്റെ സൈഡാണ്. അപ്പൊ റോഡിന്റെ ഭാഗത്ത് വെച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ ആ കിണറില് പശുവൊക്കെ അഴിച്ചു വിടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണം, കൂടെ കൂടെ നോക്കണം, അല്ലെങ്കിൽ അപകടമാണ്. അങ്ങനെ നമ്മളെ പോലെ തന്നെ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉതുപ്പാനും ഒരു പെട്ടെന്ന് ഒരു അരഞ്ഞാണൊക്കെ കെട്ടി ഈ കപ്പിയും കൊളുത്തൊക്കെ കെട്ടിയിട്ട് എല്ലാവർക്കും അല്ലേ കുടിക്കാനൊക്കെ ഉള്ള രൂപത്തിലേക്ക് മാറ്റണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷേ കിണർ അടിവരെ താഴ്ന്നോടെ ഉതുപ്പാന്റെ മടിശീലയുടെ നെല്ലിപ്പലകയും കണ്ടു. അല്ലെ, നെല്ലിപ്പലക അവസാനം, അതായത് അടിത്തട്ട് ഏറ്റവും എൻ്റെ എന്നുള്ള അർത്ഥം. ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ലേ. അപ്പൊ നെല്ലിപ്പലക എന്ന് പറയുന്ന ഒരു ശൈലിയായിട്ട് മാറിയിട്ടുണ്ട്. അതായത് കയ്യിലുള്ള പണം കഴിഞ്ഞു എന്നർത്ഥം. പക്ഷേ ഉതുപ്പാൻ ഒന്നും നിന്നില്ല. ഉതുപ്പാൻ ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഇന്ന് ഉതുപ്പാന് സ്വന്തമായിട്ടൊരു കിണറുണ്ട്. ഈ പറയുന്ന രൂപത്തില് ഉദരത്തിന്റെ പരാതി മാത്രമല്ല, അതിനു വേണ്ടിയിട്ട് ചെലവാക്കാൻ വേണ്ടിയിട്ട് അവന് യാതൊരുവിധ മടിയുമില്ല, താല്പര്യമാണ് താൻ. അങ്ങനെ അല്ലെങ്കിൽ കഴിഞ്ഞതിലധികം ഭാരം വഹിച്ചും കാലം ദീർഘിപ്പിച്ചും അവനെന്ത് ചെയ്തു, അത് കെട്ടിച്ചു. അങ്ങനെ 30 ദിവസം കൂലിവേലയ്ക്ക് പോയിട്ട് മിച്ചം വെച്ച് എന്ത് ചെയ്തു, ജോലി നടത്തി. അങ്ങനെ 5ഓ 6ഓ അരഞ്ഞാണവും മതിലും കൽത്തൂണും കെട്ടി കിണറുപാലവും വെച്ച് അതിന്മേൽ ഒരു കുരിശടയാളത്തിന്റെ ഇരുപുറവുമായി ആളുകൾക്ക് കാണത്തക്കവണ്ണം ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാമെന്ന് രേഖപ്പെടുത്തി വെച്ചു. അപ്പോ അദ്ദേഹം ഇത്രയും കാലം ചെയ്ത ജോലിയേക്കാൾ കൂടുതൽ ജോലിയൊക്കെ ചെയ്ത് ഒരു കിണറിന്റെ പൂർണ്ണ രൂപത്തിലേക്കുള്ള രീതിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അരഞ്ഞാണം ചുറ്റുമതിലാണ്. ഈ ചുറ്റുമതിലും അതോടൊപ്പം തന്നെ അതിന്റെ കപ്പിയും ഇതൊക്കെ കൊളുത്തിടാൻ വേണ്ടിയിട്ട് 2 കൽത്തൂണും, പിന്നെ നേരെ ഒരു പാലവും, അല്ലെ, കിണർ പാലം എന്ന് പറഞ്ഞാൽ ആ വടിയായിരിക്കാം. അപ്പൊ ആ കിണർ പാലവും വെച്ച് അതിന്മേൽ എന്ത് ചെയ്തു, ഒരു കുരിശടയാളത്തിൽ ഒരു ഒരു പട്ടിക രൂപത്തിൽ അല്ലെങ്കിൽ ബോർഡ് രൂപത്തിൽ, കുരിശടയാളം ഉദ്ദേശിച്ച് ഒരു വടി ഉണ്ടാകും, ആ വടിയുടെ പുറകെയായിട്ട് ഒരു പലക അടിച്ചിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് കുരിശടയാളത്തിൽ ഇരുപുറവുമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, എന്താണ്, ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം. ആലോചിച്ച് നോക്കൂ അല്ലെ. ഈ പറയുന്ന സാധാരണ ഒരു ഇത് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു ഭൂസ്വത്തുണ്ടെങ്കിൽ തങ്ങൾക്ക് അതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമുക്ക് അതിൽ നിന്ന് സമ്പാദ്യം ഉണ്ടാക്കാൻ പറ്റും, അങ്ങനെ ചിന്തിക്കുന്ന കാലത്ത് ഇത്തരത്തിലൊരു കഥാപാത്രം, അതാണ് ഉതുപ്പാൻ എന്ന് പറയുന്നത്. ഇന്നത്തെ പോലെയൊന്നല്ല. ശുദ്ധജലത്തിന് വളരെ ക്ഷാമമുള്ള കാലമായിരിക്കാം. എന്നിരുന്നാലും ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര പോകുന്ന സമയത്തും മറ്റുമൊക്കെ വഴിയാത്രക്കാർക്കും മറ്റും അല്ലെ ഒരല്പം ശുദ്ധജലം
ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ഉണ്ടാക്കിയ ആ ഒരു കിണർ ആളുകൾക്ക് ഒരു സൂചന എന്ന വണ്ണം ഇങ്ങോട്ട് വരുവിൻ, ഇവിടെ ആശ്വസിക്കാം എന്ന് എഴുതി വെച്ചു. എഴുതി വെച്ചതിന് ശേഷം ഒരു കപ്പി കൊളുത്തി ഒരു തൊട്ടിയും കയറും ഇട്ടപ്പോ, ഈ ഒരു സെന്റൻസ് വളരെ ഒന്ന് വായിച്ചു നോക്കുക. യൗവനത്തെ ചവിട്ടി മെതിച്ച് മുന്നോട്ടു പോകുന്ന പുത്രിക്ക് സ്ഥിതിക്കധികനായ വരൻ മംഗല്യസൂത്രം ചാർത്തുന്ന മുഹൂർത്തത്തിൽ പിതാവിനുണ്ടാകുന്ന കൃതാർത്ഥത ആ കുടുംബശൂന്യനുണ്ടായി. പച്ച മലയാളത്തില് പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു പിതാവിനുണ്ടാവുന്ന സന്തോഷം, അതായത് കല്യാണപ്രായം എത്തിയ ഒരു പെൺകുട്ടിക്ക് അല്ലെങ്കിൽ മകൾക്ക്, അല്ലെ, കല്യാണപ്രായം കഴിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ഒരു മകൾക്ക് സ്ഥിതിക്കധികനായ യോജിച്ച ഒരു വരൻ, യോജിച്ച ഒരു പയ്യൻ എന്ത് ചെയ്യാണ്, കല്യാണം കഴിക്കുന്ന അല്ലെങ്കിൽ താലി കെട്ടുന്ന സമയത്ത് ഒരു പിതാവിന്റെ ഹൃദയത്തിന് എത്ര സന്തോഷം ഉണ്ടാവുമോ, ആ സന്തോഷം എപ്പോഴുണ്ടായി? ഒരു കിണർ കുഴിച്ച് അരഞ്ഞാണം കെട്ടി പാലവും കെട്ടി അതിന് കുറുകെ ആളുകൾക്ക് കാണത്തക്കവണ്ണം ഒരു ബോർഡും വെച്ച് അത് ഉപയോഗിക്കാൻ പറ്റുന്ന രൂപത്തിൽ കപ്പി കൊളുത്തി ഒരു തൊട്ടിയും കയറും ഇട്ടപ്പോ, ഈ പറയുന്ന പോലെ ഒരു പുത്രിക്ക് കല്യാണ സമയത്ത് ഒരു അച്ഛനുണ്ടാവുന്ന സന്തോഷം ആ കുടുംബശൂന്യനുണ്ടായി, അല്ലേ? ആലോചിച്ച് നോക്കൂ. അപ്പോഴും അഭിപ്രായം പറയാൻ 100 പേരുണ്ട്. നേരത്തെ ഈ പറഞ്ഞ വല്ല നിധിയും കിട്ടുമെന്ന് വിചാരിച്ചാണെന്ന് പറഞ്ഞ ആളുകളെ പോലെ തന്നെ ഈ കിണർ ഉണ്ടായി കഴിഞ്ഞപ്പോഴും പല രൂപത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായി, നല്ലതും ചീത്തും. ഒരാൾ പറഞ്ഞു, അവിടെ ഒരു കുടിലൊക്കെ കെട്ടിയിട്ട് വല്ല പുട്ടും പഴയും വിറ്റിരുന്നെങ്കിൽ അവന്റെ ചെലവിനുള്ളത് കിട്ടിയാണ്, അല്ലെ? ഒരു പുട്ടും പഴമൊക്കെ വിറ്റിട്ടൊരു ചെറിയ കച്ചവടം നടത്തിയ എന്താണ്, അതായിരുന്നു നല്ലത്. ഒരാൾ പറഞ്ഞു, ഉതുപ്പാൻ വക എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഫേമസ് ആവാമായിരുന്നു, അല്ലെ? പ്രസിദ്ധിക്ക് പറ്റുമായിരുന്നു. മറ്റൊരുത്തൻ പരിഹസിച്ച് പറയുകയാണ്, തീരെ ഗതി കെട്ടുകയാണെങ്കിൽ കുടിച്ചാവാൻ അവന് വല്ലവരുടെയും കിണർ അന്വേഷിക്കേണ്ടല്ലോ എന്ന് പരിഹാസപൂർവ്വം നിന്ദിച്ചു. എന്നാൽ ഇതൊക്കെ പോട്ടെ, നല്ല മനുഷ്യർ അന്നും എന്നും ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരൊക്കെ അവന്റെ പ്രവൃത്തിയെ മാനിക്കുകയും ചെയ്തു. അങ്ങനെ ഉതുപ്പാൻ ആളുകൾക്ക് ഉപയോഗപ്രദമാകുന്ന രൂപത്തിലേക്ക് ആ ഒരു കിണറിനെ കൊണ്ടുവന്നു. മാത്രല്ല, ഉതുപ്പാൻ ഇടയ്ക്കൊക്കെ പറയായിരുന്നു, ഇപ്പൊ ഉള്ളതുപോലെ പോരാ, 2 വശത്ത് നിന്ന് കോരുന്ന രീതിയിലുള്ള പാലം വേണം. അതുപോലെ തന്നെ കൽത്തൊട്ടിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ പശുക്കളൊക്കെ വന്ന് കുടിക്കുമല്ലോ, അവരും അല്ലേ ജീവിക്കണ്ടേ എന്നൊക്കെ പറയായിരുന്നു. പക്ഷെ കഥയിൽ നോക്കുക, അതൊക്കെ ക്രമേണ സാധിച്ചു. ഒരൊറ്റ വാക്യത്തിൽ അത് അവിടെ എഴുതിയിട്ടുണ്ട്, അതൊക്കെ ക്രമേണ സാധിച്ചു. പക്ഷെ ആലോചിക്കണം, ചിന്തിക്കണം. കിണറുണ്ടായി, തൂണുണ്ടായി, ഈ പറഞ്ഞ അരഞ്ഞാണം വെച്ചു, തൂണുണ്ടായി, കപ്പിയും കൊളുത്തു വിട്ടു, ഈ പറയുന്ന കൽത്തൊട്ടി ഉണ്ടാക്കി, അതേപോലെ 2 വശത്തു നിന്നും കോരത്തക്ക വണ്ണമുള്ള പാലം, അതുപോലെ മഴ നനയാതെ കോരുന്നതിന് വേണ്ടിയുള്ള പുര, ഇതൊക്കെ ക്രമേണ സാധിച്ചു എന്ന് പറഞ്ഞാൽ നേരത്തെ ചെയ്ത് ജോലിയുടെ അധികം കഷ്ടപ്പെട്ടും ദിവസങ്ങൾ ഒരുക്കുകൂട്ടിയും, ദിവസങ്ങൾ ഓരോന്ന് തന്റെ ചെലവിൽ നിന്ന് മിച്ചം കിട്ടുന്ന ഒരുക്കുകൂട്ടിയും അത്രത്തോളം കഷ്ടപ്പാട് സഹിച്ചും ആ ഒരു കിണറിനെ എങ്ങനെയൊക്കെ രൂപപ്പെടുത്താനായിട്ട് സാധിക്കുമോ തന്റെ ആഗ്രഹത്തിനനുസരിച്ച് അതൊക്കെ എന്ത് ചെയ്തു. ഒരു വരിയിൽ അത് വായിച്ചു തീർത്താലും അതിനുള്ളിൽ, അല്ലെങ്കിൽ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും, അത് ഉതുപ്പാന്റെ കഷ്ടപ്പാടിന്റെ അങ്ങേയറ്റം കണ്ട കാര്യത്തിന്റെ പരിണിത ഫലമാണ് അതെല്ലാം സാധിച്ചത് എന്നുള്ളത്. അങ്ങനെ അയൽക്കാരിൽ കിണർ കുഴിക്കാൻ കഴിയാത്ത ആൾക്കാരൊക്കെ, പാവപ്പെട്ട ആൾക്കാരൊക്കെ എന്ത് ചെയ്തു, കിണറ്റിൽ നിന്ന് വെള്ളം കോരാൻ തുടങ്ങി. പലരും എന്ത് ചെയ്തു, കുളി കിണറ്റിന്റെ കരയിലാക്കി. അപ്പോഴും ചപ്പും ചവറും കല്ലിട്ട് രസിക്കുന്ന കുട്ടികള് അപ്പോഴും അതൊക്കെ ചെയ്തു. പക്ഷേ ഒരു ദിവസം ദുരാഗ്രഹി തൊട്ടിയും മറ്റൊരു പാപി കപ്പിയും മോഷ്ടിച്ചു. എന്തിനാണാവല്ലേ ഈ പറയുന്ന തൊട്ടിയും കപ്പിയൊക്കെ? പറയാൻ പറ്റില്ല, കാലം ഒരുപാട് മുമ്പാണ്, ചക്രത്തിന്റെ കാലമൊക്കെയാണല്ലോ. അത് വിറ്റാലും എന്തെങ്കിലും വകയ്ക്കുള്ളത് കിട്ടുമെന്ന് വിചാരിച്ചിട്ടാവാം ഒന്നെങ്കിൽ. അതല്ലെങ്കിലോ നോക്കണ്ട, ഈ പറയുന്ന പോലെ തന്നെ അന്യന്റെ സമ്പത്ത് അല്ലെങ്കിൽ അന്യന്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ അന്യരെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ട് നടക്കുന്ന ഒരു കൂട്ടം സാമൂഹ്യ വിരുദ്ധരുണ്ട്.
അവർക്ക് ഈ പറയുന്ന രൂപത്തിൽ ചിലപ്പോ അവരെക്കാൾ കഴിവും പത്രാസും ഒക്കെ ഉണ്ടാവാം. ആകെ ഒരു ആഗ്രഹമുള്ളൂ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കണം, അതിൽ ആനന്ദിക്കണം. എന്നിരുന്നാലും ഇവിടെ കള്ളൻ എന്നൊന്നും പറയുന്നില്ല, പക്ഷെ സംഭവം കള്ളത്തരം തന്നെയാണ്. ഒരു ദിവസം പാപി മറ്റൊരു പാപി അല്ലെ കപ്പിയും തൊട്ടിയൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോയി. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ അല്ലെങ്കിൽ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ ആൾക്കാരും അത് ഉപയോഗിക്കുന്ന ആൾക്കാരൊന്നും അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഇന്ന് തൊട്ടിയില്ലേ, എന്നാ ഇനി വിളിക്കണ്ട. തൊട്ടി പോയോ, ഇന്നപ്പോ വെള്ളം ഒന്നും ഇവിടുന്ന് പോരണ്ട, ഈ രൂപത്തിലായിരുന്നു അവർക്ക്. പക്ഷേ ഉതുപ്പാന് അങ്ങനെ കഴിയില്ല. ആ കുറവ് നികത്താതെ എന്ത് ചെയ്തു, അദ്ദേഹം ശ്രദ്ധിച്ചു. അത് മാത്രല്ല, പിന്നീട് അത്തരത്തിൽ കളവ് പോകാതിരിക്കാനും ശ്രദ്ധ കൊടുത്തു. ഉതുപ്പാൻ നിത്യവും 2 നേരം കിണറ്റിൻകരയിലേക്ക് ചെല്ലും. അവിടുത്തെ പരിസരമൊക്കെ നല്ല രൂപത്തിൽ വൃത്തിയാക്കിയിട്ട് ആ കൽത്തൊട്ടി നിറയെ വെള്ളമൊക്കെ ഒഴിച്ചു വെക്കും. എന്നും പോയിട്ട് ചെയ്യുന്ന രാവിലെയും വൈകുന്നേരമൊക്കെ പോകും. അതുപോലെ തന്നെ കാണുന്ന ആളുകളോടൊക്കെ അവിടെ വൃത്തിയായിട്ട് തന്നെ വെക്കണം എന്ന് പറയും. അതേപോലെ തന്നെ ആരെങ്കിലും ആ ഒരു കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം ഇങ്ങനെ സന്തോഷം കൊണ്ട് പുളകം കൊള്ളും, അല്ലേ? അതായത് മറ്റൊന്നിനും വേണ്ടിയിട്ടല്ല, പണത്തിന് വേണ്ടിയിട്ടല്ല, ഈ പറയുന്ന രൂപത്തിൽ പ്രശസ്തിക്ക് വേണ്ടിയിട്ടല്ല, ഒന്നിനും വേണ്ടിയിട്ടല്ല. പക്ഷെ താൻ നിർമ്മിച്ച, അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ച ആ ഒരു കിണറ്റിലെ വെള്ളം അത് മറ്റൊരാൾക്ക് ഉപയോഗപ്രദമാകുന്ന രൂപത്തിൽ, അല്ലെ, അവരതിങ്ങനെ ഉപയോഗിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന, അല്ലെങ്കിൽ ഉതുപ്പാന് കിട്ടുന്ന ഒരു ഇത് നമുക്ക് വായനക്കാർക്ക് എന്ത് ചെയ്യും, മനസ്സിലാകും. ആ ഒരു വാക്യത്തിലൂടെ ആലോചിച്ച് നോക്കൂ. മറ്റാരെങ്കിലും വെള്ളം കോരി കുടിക്കുന്നത് കാണുമ്പോൾ അവന്റെ ഹൃദയം പുളകം കൊള്ളും. അവന്റെ പല നാളത്തെ ശ്രമഫലം അക്ഷയമായ സമ്പാദ്യം. ആലോചിച്ച് നോക്കൂ, അവന് വേറെ ഒന്നുമില്ല, അവന്റെ സമ്പാദ്യമായിട്ട് അവന്റെ മുഴുവൻ അവൻ നൽകിയിരിക്കുന്നത് ആ കിണറിന് വേണ്ടിയിട്ടാണ്. അവന്റെ പല നാളത്തെ, അല്ലെ, നാളിനെ പറയുന്നുള്ളൂ, പല നാൾ, എത്രയോ നാൾ, അല്ലെ. നമ്മൾ പറയുമ്പോ ദേ എന്ന് പറഞ്ഞ മാതിരി കഴിഞ്ഞുവെങ്കിലും ആ ഒരു തുണ്ടുപുരയിടം വാങ്ങിയ അന്ന് മുതൽ ഇന്ന് കാണുന്ന രീതിയിലേക്ക് അതെത്തപ്പെടാൻ ഒരുപാട് 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 എന്ത് ചെയ്തിട്ടുണ്ടാവും, കഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ. അങ്ങനെ പട്ടണം വളർന്നു, ഉതുപ്പാനും വളർന്നുണ്ടാവും, അല്ലെ. പട്ടണം വളർന്നു, ഉതുപ്പാനും വളർന്നു മീൻസ് പ്രായം മുൻപോട്ട് നീങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ പൗരക്ഷേമത്തെ രക്ഷിക്കുകയും വ്യക്തി സ്വാതന്ത്ര്യത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നതിൽ നഗരസഭ ജാഗരൂകരായതുകൊണ്ട് തന്നെ മലിനജല വിസർജനത്തിനുള്ള പദ്ധതികൾ സ്വീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ ശുദ്ധജല വിതരണത്തിനും. അങ്ങനെ ജലക്കുഴലുകളൊക്കെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ചാല് തോണ്ടിയ സമയത്ത് വേലക്കാരൊക്കെ കിണറ്റിന്റെ ചുറ്റുതറയിൽ കുറച്ചൊക്കെ ഒന്ന് പൊളിച്ചു കളഞ്ഞു. അതായത് കിണറിന്റെ വക്കിലാണ്, അല്ലെങ്കിൽ കിണറിന്റെ അറ്റത്താണ് ഉതുപ്പാന്റെ കിണർ. അപ്പൊ ഒരുപാട്, അല്ലെ, ഇത്തരത്തിലുള്ള ജോലികളും നഗരസഭയുടെ ജോലികളും മറ്റൊക്കെ അതിലൂടെ പോകേണ്ടതായിട്ട് വരും. അപ്പോ അവര് ഈ പറയുന്ന പോലെ തന്നെ ബാക്കിയുള്ളവരുടേതാണ്, അല്ലെങ്കിൽ അവർക്ക് വേദനിക്കൊന്നും നോക്കണ്ടാവില്ല. അപ്പോ ചെയ്തപ്പോ അവരെന്ത് ചെയ്തു, ഉതുപ്പാന്റെ കിണറിന്റെ ചുറ്റുമതിലില് ചെറിയൊരു ഭാഗം പൊളിച്ചു കളഞ്ഞു. പക്ഷെ അത് ഉതുപ്പാന്റെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കി. ആർക്കായാലും, അല്ലെ. ആ അറ്റകുറ്റം തീർത്തല്ലാതെ അടുത്ത ദിവസം അയാൾ പള്ളിയിൽ പോലും പോയില്ല. കാരണം, അല്ലെ, അതങ്ങനെ കിടക്കുന്നത് പോലും സഹിക്കില്ല. ഓരോ ദിവസം, ഒരു ദിവസം പോലും അവിടെ പോവാത്തയില്ല. അതിന്റെ അല്ലെങ്കിൽ കേടുപാടുകൾ തീർക്കാതെ ഉതുപ്പാൻ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു നിമിഷം തള്ളി നിൽക്കാൻ എപ്പോഴാണോ അത് കണ്ടത്, ഉതുപ്പാൻ ഉടനെ തന്നെ ആ അറ്റകുറ്റം, അതായത് ആ കേടുപാട് തീർത്തിട്ടാണ് പിന്നെ തന്റെ നിത്യജീവിതത്തിന്റെ ഓരോ കാര്യത്തിലേക്കും അദ്ദേഹം കടന്നെന്ന് സൂചിപ്പിക്കുന്നു. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ കുഴൽവെള്ളം നടപ്പിലായി. കുഴൽവെള്ളം നല്ല സുഖമുള്ള പരിപാടിയാണ്, അല്ലെ. നമ്മുടെ വികസനത്തിന്റെ ഭാഗമായിട്ട് കിണറുകളൊക്കെ മാറി, അല്ലെങ്കിൽ കിണറുകളൊന്നും വേണ്ട, ഇനി മുതൽ എന്താണ്, കിണറിന്റെ പോലെ കപ്പിയിട്ട് ഇങ്ങനെ വലിച്ച് അധ്വാനിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഴൽവെള്ളമാണ്. നമ്മള് പണ്ടൊക്കെ, അല്ലെ, മറ്റേ ബാക്കിലൊരു കമ്പി എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം വരുന്ന ആ രൂപത്തിലുള്ള ഇതൊക്കെ ആയിരിക്കാം. അങ്ങനെ നഗരത്തിലുള്ള ജലധാരകളെല്ലാം 30 ദിവസത്തിനും മൂടണമെന്നും, അല്ലാത്ത പക്ഷം നഗരസഭ തന്നെ ആ ജോലി ചെയ്യിക്കുമെന്നും ചെലവ് ഉടമസ്ഥനിൽ നിന്ന് ഈടാക്കുമെന്നും തമുക്കടിച്ച് പരസ്യപ്പെടുത്തി. അപ്പോ കുഴൽവെള്ളം ഇതാക്കിയ സമയത്ത് ഇനിയുള്ള നഗരത്തിലുള്ള എല്ലാ ജലധാരയും, ബാക്കി ഇപ്പൊ എല്ലാ സ്ഥലത്തും കുഴൽവെള്ളം ഉണ്ട്, അതുകൊണ്ട് തന്നെ നഗരത്തിലുള്ള ജലധാര മുഴുവൻ എന്ത് ചെയ്യണം, മൂടണം.
അപ്പൊ പലരും ആലോചിക്കുന്നുണ്ടാവും, എന്തിനാണ് ഇപ്പൊ മൂടണത്, അവിടെ വന്നാ പോരെ. അതിന്റെ കാര്യങ്ങൾ അവിടെ തുടർച്ചയായിട്ട് പറയുന്നുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് വരാം. അപ്പൊ നഗരത്തിലുള്ള ജലധാരയെല്ലാം 30 ദിവസം, ഒരു മാസം കൊണ്ട് മൂടണം. അങ്ങനെ ചെയ്യാത്ത പക്ഷം നഗരസഭ തന്നെ വന്നിട്ട് എന്ത് ചെയ്യും, നേരിട്ട് കിണറുകളൊക്കെ മൂടും. മാത്രല്ല ആ മൂടിയതിന്റെ ചെലവ് എന്ത് ചെയ്യും, ഉടമസ്ഥന് നൽകേണ്ടിയും വരും. അങ്ങനെ ഈ കാര്യങ്ങളെല്ലാം തമുക്കടിച്ച് പരസ്യപ്പെടുത്തി. കാലഘട്ടം ചിന്തിക്കണം, കാലം ചിന്തിക്കണം. തമുക്കടിക്കുക. പണ്ട് അങ്ങനെയായിരുന്നു. പണ്ടൊക്കെ കിണ്ണം മുട്ടുക, തമുക്കടിക്കുക എന്നൊക്കെ പറയാം. അതായത് ഈ പറയുന്ന രൂപത്തിൽ പണ്ട് കാലത്ത് ഇന്നത്തെ പോലെ അറിയിപ്പുകളൊക്കെ വരാൻ യാതൊരുവിധ മാർഗവും ഇല്ല. അപ്പോ എന്തെങ്കിലും ഇത്തരത്തിലുള്ള നഗരസഭയുടെ മറ്റോ വലിയ പ്രധാനപ്പെട്ട എന്തെങ്കിലും അറിയിപ്പുകൾ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, പണ്ടൊക്കെ രാജാക്കന്മാരൊക്കെ വിളംബരം ചെയ്യുന്ന പോലെ കവലകളായ കവലകൾ കയറിയിട്ട് ഒന്നെങ്കിൽ ചെണ്ട കൊട്ടിയിട്ട് ആ ഒരു ചെണ്ടയുടെ ശബ്ദം കേൾക്കുമ്പോൾ ആളുകൾ കൂടും, അവിടെ വിളിച്ചറിയിക്കും. പിന്നെ അതുപോലെ തന്നെ കിണ്ണം മുട്ടൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. ചില കഥകളിൽ വായിച്ചാണ്, പരിച പോലത്തെ ഒരു കിണ്ണത്തിൽ മുട്ടിയിട്ട് അങ്ങനെ ഇതാക്കും. തമുക്കടിക്കുക എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെയാണ്. ഈ പറയുന്ന എന്തെങ്കിലും ബാൻഡ് പോലെ അല്ലെങ്കിൽ തോല് പോലത്തെ എന്തെങ്കിലും ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആ ശബ്ദം കേട്ടിട്ട് ആളുകൾ വരുമ്പോ അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാം. അപ്പോ സംഭവം അതാണ്. ഉതുപ്പാന്റെ കിണറും നികത്തണം. ആലോചിച്ചു അല്ലെ. കാലം വളർന്നപ്പോൾ താൻ ഇത്രയും കാലം ചിലവഴിച്ച സകല സന്തോഷത്തിന്റെയും അദ്ദേഹത്തിന്റെ സന്തോഷത്തിന്റെയും ഏറ്റവും അല്ലെ, ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു വാക്ക് അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ അത് ആ കിണറാണ്. ആ കിണറ് നികത്തണം എന്ന് പറയുമ്പോൾ എത്രത്തോളം വേദന ഉണ്ടാക്കുന്നതാണെന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാകും. പലരും വിചാരിക്കും കിണറല്ലേ, ഇപ്പൊ ജീവനുള്ള സാധനം അല്ലല്ലോ എന്ന് വിചാരിക്കും. പക്ഷേ ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ വെച്ച് നോക്കുമ്പോൾ, അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചു നോക്കുമ്പോൾ അതിനും അപ്പുറമാണ് ഉതുപ്പാൻ ആ കിണർ. അപ്പോ ഉതുപ്പാൻ അധികാരികളെ കണ്ട് പരാതികൾ ഒരുപാട് നൽകി. പക്ഷേ ആരും തന്നെ അത് ചെവി കൊണ്ടില്ല. എന്ത് ചെയ്തു, ഒരുപാട് കാല് പിടിച്ച് അപേക്ഷിച്ചു, നടക്കുന്നില്ല. അവസാനം ദേഷ്യത്തോട് കൂടിയിട്ട് നഗരസഭയുടെ നേരെ ഒരുപാട് മോശമായ വാക്കുകൾ അല്ലെങ്കിൽ ദേഷ്യത്തോട് കൂടിയിട്ട് നഗരസഭയെ എന്ത് ചെയ്തു, വഴക്ക് പറഞ്ഞു. പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും നീതിനിഷ്ഠമായിട്ടുള്ള ഗവൺമെന്റ് എന്ത് ചെയ്തു, അദ്ദേഹത്തിന്റെ സങ്കടത്തിന് യാതൊരുവിധ വിലയും ന്യായവും കൊടുക്കുന്നില്ല. അവൻ ഈ പറയുന്ന പോലെ തന്നെ ഉതുപ്പാന് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ആ കിണർ മൂടില്ല എന്ന് തന്നെ ഉറച്ചു നിന്നു. പക്ഷേ അന്നും കുറെ ആൾക്കാർ പറഞ്ഞു അദ്ദേഹത്തിന് പ്രാന്താണ്, അല്ലാതെ ആ കിണറും കെട്ടിപ്പിടിച്ചിരിക്കൂ. ആ സാധുവിനെ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ, ഒരു പ്രാന്തനാണെന്നാണ് ഒരാള് പറയുന്നത്. ഒരാള് പറയുന്നത് ഇങ്ങനെയാണ്, ആ കിഴവന്റെ അവസാനം മിക്കവാറും അതിലാകുന്നാണ് തോന്നുന്നത്. ചില ആൾക്കാരത് മൈൻഡേ ചെയ്തില്ല. എന്തിന് അല്ലെ, എന്റെ കാര്യമില്ലല്ലോ അല്ലെ. ചില ആളുകൾ അത് കേൾക്കുകയോ കാണുകയോ അഭിപ്രായം പറയുകയോ ഒന്നും ചെയ്തില്ല. അത് ഉതുപ്പാന്റെ കിണറാണ്, അദ്ദേഹം നോക്കിക്കോളും എന്നുള്ള രൂപത്തിലേക്ക്. അപ്പോ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച കുറച്ച് കാര്യം ഉണ്ടായിരുന്നു. കുഴൽവെള്ളം നടപ്പിലാകുന്നതിന് മുൻപ് പല ആളുകളും അതിൽ നിന്ന് വെള്ളം കോരിയിരുന്നു. വെള്ളം അല്ലെങ്കിൽ കിണർ നിർമ്മിക്കാൻ കഴിയാത്ത പാവപ്പെട്ട ആളുകൾ. അതേപോലെ പല ആളുകളും കുളിയും മറ്റു കാര്യങ്ങളും പല രൂപത്തിലും കിണർ ഉപയോഗിച്ചിരുന്നു. പക്ഷെ കുഴൽവെള്ളം വന്നപ്പോ അയ്യോ എനിക്കൊന്നും വേണ്ടല്ലോ എന്നുള്ള രൂപത്തിലെ എല്ലാവരും കിണറിന്റെ കാര്യം മറന്നു. പക്ഷേ മറക്കാത്തൊരൊറ്റ ആളേ ഉള്ളൂ, ഒരു വിഭാഗം ആൾക്കാർ. കിണറിൽ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ. അവർക്ക് കുഴൽക്കിണറിൽ കല്ലിട്ട് കളിക്കാൻ പറ്റില്ലല്ലോ അല്ലെ. ആ ക്ലും ശബ്ദം കേട്ടില്ലെങ്കിൽ അവർക്ക് പറ്റൂല. ആളും മനുഷ്യനില്ലാത്ത നേരത്ത് ആരാരും നോക്കാത്ത, ആരാരും വഴക്ക് പറയാത്ത ഉതുപ്പാന്റെ കിണറ്റിൽ അവർ കല്ലിട്ട് കളിക്കുന്ന കുട്ടികൾ മാത്രമേ ഓർത്തുള്ളൂ. അങ്ങനെ ഓരോ പട്ടണത്തിൽ ഓരോ വാബീകൂപങ്ങൾ, അതായത് കിണറുകൾ എല്ലാം അന്തർദാനം ചെയ്തു തുടങ്ങി. അതായത് സർക്കാരിന്റെ ഉത്തരവ് വന്നതിന് ശേഷം ഓരോരുത്തരായിട്ട് ഈ പറയുന്ന 30 ദിവസത്തിന് അകം വേണമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ പലരും നേരത്തെ ഓരോരോ കിണറുകളായിട്ട് മൂടാനായിട്ട് തുടങ്ങി. പുതുപ്പാനൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുഴൽ വെള്ളമുള്ളപ്പോൾ കിണർ അനാവശ്യമാണെന്നും ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറ്റിൽ കൊതുകുണ്ടായി പൊതുജനാരോഗ്യം നശിപ്പിക്കുമെന്നുള്ള
ഉപദേശത്താൽ അയാളെ സമാധാനപ്പെടുത്തുവാനും കിണർ മൂടിക്കാനും മിത്രങ്ങൾ യത്നിച്ചു. ഈ പറയുന്ന വാക്യം കൂട്ടുകാർ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടേതാണെന്നുണ്ടെങ്കിലും എന്തിന് കിണർ മൂടണം എന്ന് ചോദിച്ചാൽ അതിനു വേണ്ടിയുള്ള ഒരു ഉത്തരപ്പ് അതാണ്. നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം അതാണ്. അതായത് കുടിവെള്ളം ഉള്ള സമയത്ത് കിണറിന്റെ ആവശ്യമില്ല. മാത്രമല്ല, ഉപയോഗിക്കാതെ കിടക്കുന്ന കിണറില് കൊതുകുണ്ടായിട്ട് അത് ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകും. അതുകൊണ്ട് അത് മൂടണമെന്ന് മിത്രങ്ങൾ പോലും പ്രയത്നിച്ചു, ഈ പറയുന്ന ഉപദേശിച്ചു. പക്ഷെ അതാണ് ഉതുപ്പാനെ കൂടുതലായിട്ട് സങ്കടപ്പെടുത്തിയത്. തന്റെ സുഹൃത്തുക്കൾ പോലും, മിത്രങ്ങൾ പോലും തനിക്കെതിരായല്ലോ. അല്ലെ, നമ്മൾ പറയില്ലേ, ഒരാള് സപ്പോർട്ടിന് കൂടെ ഉണ്ടായാൽ മതി, എന്ത് സന്തോഷവും. പക്ഷേ അവര് പോലും തനിക്ക് ശത്രുക്കളാണല്ലോ എന്ന ആ ചിന്ത അദ്ദേഹത്തെ കൂടുതൽ തളർത്തി എന്ന് വേണേ പറയാം. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയം അത് കൂടുതൽ വേദന ഉളവാക്കുകയാണ്. അദ്ദേഹം കരയുന്നു. അങ്ങനെ കിണർ മൂടേണ്ട അവസാന ദിവസമായി. 30 ദിവസം നൽകിയതിൽ 29ാമത്തെ ദിവസമായിരിക്കും ഇന്ന്. എന്ത് ചെയ്യണമെന്നറിയാതെ അവസാന ദിവസം ഇരുളിൽ കണ്ടപ്പോൾ അദ്ദേഹം കിണറിന്റെ കരയിലേക്ക് ചെല്ലുന്നു. ഇതൊന്നും അറിയാത്ത ആളുകൾ അവരെ നിദ്രാദേവി തഴുകി, ഉറങ്ങി നടത്തല്ലേ, നിദ്രാദേവി ഉറങ്ങി. ഉതുപ്പാൻ കിണറിന്റെ അടുത്ത് പോയിട്ട് എല്ലാം ഒന്ന് തുടച്ച് തൂത്ത് വൃത്തിയാക്കി. അതിനെ പലതവണ വലം വെക്കുന്നു. എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഊഞ്ഞാലാടുന്ന പോലെ അദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര നേരം അങ്ങനെ നിന്നു നടന്നു അദ്ദേഹത്തിന് പോലും അറിയാത്ത അവസ്ഥ. അനേകം ജീവന് ആശ്വാസം നൽകിയ ആ അമൃത കലശം ലോകോപകാരത്തിനുള്ള തന്റെ ശ്രമഫലം. അനേകം ജീവന് ആശ്വാസം നൽകിയ അമൃത കലശം. ഇതൊക്കെ ആ ഒരു കിണറിന്റെ പര്യായമായിട്ട്, കിണറിന് പര്യായമായിട്ട് പറയുന്ന ഇതാണ്. ലോകോപകാരത്തിന്റെ ആ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ, അദ്ദേഹത്തിന്റെ മുഴുവൻ ശ്രമഫലമാണ് ആ കാണുന്നത്. അനേകം ജീവൻ ആശ്വാസം നൽകിയ അമൃതമായ വസ്തു. തന്റെ ആത്മാവിന്റെ ഗതിക്ക് മാർഗം എന്ന് താൻ കരുതുന്ന അതായത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് അറിയില്ല, ഉതുപ്പാൻ കരുതുന്ന ആ പുണ്യവസ്തു. അതെ, ആ കിണർ. ആ കിണർ കുഴിച്ച കുഴി കൊണ്ട് തന്നെ, അല്ലെങ്കിൽ കുഴിച്ച കൈ കൊണ്ട് തന്നെ, അല്ലെ, തന്റെ കൈ കൊണ്ട് അത് കുഴിച്ചു. അതുകൊണ്ട് തന്നെ ആ കൈ കൊണ്ട് തന്നെ അത് നികത്തുക, അത് അസാധ്യമാണ്. നികത്തിയിട്ടോ പിന്നെയും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കണ്ടേ, അതും ഈ നന്ദി കെട്ട ആളുകളുടെ ഇടയിൽ. ഈ പറയുന്ന ഉതുപ്പാൻ കിണർ ഉണ്ടാക്കി, ഈ കിണർ ഇത്ര വരെ ആയപ്പോൾ ഉപയോഗിച്ച, അല്ലെങ്കിൽ ആളുകൾ അത് എത്രത്തോളം നന്നായിട്ട് കണ്ടു, ഒരുപാട് പേർ അതിനെ ഉപയോഗിച്ചിട്ടുണ്ട്. അവരൊന്നും തന്നെ ഈ പറയുന്ന ഉതുപ്പാന്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിട്ടില്ല എന്നാണ് യാഥാർത്ഥ്യം. ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ഉതുപ്പാനിൽ നിന്ന് പിന്തിരിപ്പിക്കാനും ഉതുപ്പാന്റെ ഹൃദയത്തിന്റെ വശം കാണാനും ആർക്കും കഴിഞ്ഞിട്ടില്ല. ആ വൃദ്ധനേത്രങ്ങൾ കവിഞ്ഞൊഴുകി. അവസാനത്തിലേക്ക് കടക്കുകയാണ്. ഈ ഒരു ഭാഗം ഞാൻ പൂർണ്ണമായിട്ട് വായിക്കാം. അത്യാവശ്യം സാഹിത്യ രൂപത്തിൽ എഴുതിയിട്ടുള്ള ഒരു ഭാഗമാണ്, നോക്കൂ. അയാൾ കിണറ്റുമതിൽ കയറി. ചന്ദ്രൻ ചോദ്യരൂപത്തിൽ ഇന്ദ്രദിക്കിൽ നിന്ന് എത്തി നോക്കി. പൊട്ടാൻ തുടങ്ങുന്ന മാറിടത്തെ അയാൾ ആ കുരിശടയാളത്തോട് ചേർത്ത് വെച്ചു. അയാൾ അങ്ങനെ നിന്നു. എത്ര നേരം നിന്നു? അയാൾ പ്രാർത്ഥിക്കുകയായിരുന്നു. അയാളുടെ തലയെ താങ്ങാനുള്ള ശ്രദ്ധ കഴുത്തിനില്ലാതെ പോയി. ഒരു തുള്ളി വെള്ളമെങ്കിലും ആ കണ്ണിൽ ഊറിയില്ല. അയാളുടെ തൊണ്ട വരണ്ടു. ഹൃദയം തമ്പേറടിച്ചു. പള്ളിയിൽ നിന്ന് മണിനാഥം മുഴങ്ങി. അയാൾ കേട്ടോന്നറിഞ്ഞില്ല. ഇങ്ങോട്ട് വരീൻ, ഇവിടെ ആശ്വസിക്കാം എന്ന് ആരെങ്കിലും ആ ലോകോപകാരിയെ ക്ഷണിച്ചു. അയാൾ അറിഞ്ഞുകൊണ്ടാണോ ആ തെളിനീർ അയാൾ മാറോടടച്ചു. ആ കിണർ ജനിതാവിന്റെ മേൽ വെള്ളം തൂക്കി. അയാൾ സ്വന്തം കിണറ്റിൽ നിന്ന് അന്ത്യമായി ജലപാനം ചെയ്തു. അയൽ വീട്ടിലെ നായ് ചരമഗീതം പാടി. ചന്ദ്രന്റെ മുഖം വിളറി. ആ കിണർ ഉതുപ്പാന്റെ രഹസ്യത്തെ
വിശ്വസ്തയോടെ ഗോപനം ചെയ്തു. ഇപ്രകാരമാണ് കഥാഭാഗം അവസാനിക്കുന്നത്. അവസാനിക്കുമ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഉതുപ്പാൻ കിണറ്റിന്റെ മതിൽ ഇങ്ങനെ കയറി നിൽക്കുകയാണ്. ആ കയറി നിൽക്കുന്ന സമയത്ത് ചന്ദ്രൻ ചോദിക്കൽ എന്തിനാണെന്നുള്ള രൂപത്തിൽ ഈ പറയുന്ന ചന്ദ്രന്റെ ഇതിനെ കൂട്ടുപിടിക്കുകയാണ് എഴുത്തുകാരൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥ വളരെ വ്യക്തമായിട്ട് ആ രൂപത്തിൽ കൊടുക്കുന്നുണ്ട്. ഒരു കുരിശടയാളം, പ്രാർത്ഥനയുടെ ഭാഗം, അതുപോലെ തന്നെ അത് അറിഞ്ഞോ അറിയാതെയോ എന്നറിയുന്ന രൂപത്തിലുള്ള കുറച്ച് വാക്യങ്ങളൊക്കെ ഇതിലുണ്ട്. പക്ഷേ ഈ പറയുന്ന ഉതുപ്പാന്റെ മരണം സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഉദ്ദേശിച്ച പദങ്ങൾ, ഒന്ന്, പള്ളിയിൽ നിന്ന് മണിനാദം മുഴങ്ങി. അത് അയാൾ കേട്ടോ എന്നറിഞ്ഞില്ല. പള്ളിയിൽ നിന്ന് മണിനാദം അടിക്കുന്നത് എപ്പോഴാ? അല്ലെ, എന്തെങ്കിലും ആപത്ത് സൂചന ഉണ്ടാവുമ്പോൾ, അല്ലെങ്കിൽ ആരെങ്കിലും മരണപ്പെടുമ്പോൾ. ശരിക്കും നടന്നതാണോ ഇല്ലയോ എന്നറിയില്ല. ഈ പറയുന്ന പോലെ മണിനാദം വന്നു. അങ്ങനെ ആ ഒരു വാക്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അറിഞ്ഞുകൊണ്ടാണോ, അയാൾ അറിഞ്ഞുകൊണ്ടാണോ, അതായത് ഉതുപ്പാൻ കിണറ്റിലേക്ക് ചാടി, അത് അറിഞ്ഞുകൊണ്ടാണോ അല്ലയോ എന്നുള്ളത് ഉറപ്പില്ല. എന്നിരുന്നാലും ആ തെളിഞ്ഞർ അദ്ദേഹത്തെ മാറോട് ചേർത്ത് പിടിച്ചു. അങ്ങനെ ജനയിതാവ് അച്ഛന്റെ മേൽ ആ കിണർ വെള്ളം തൂക്കി. അയാൾ സ്വന്തം കിണറ്റിൽ നിന്ന് അന്ത്യമായിട്ട് അവസാനമായിട്ട് ജലപാനം ചെയ്തു. അയൽ വീട്ടിലെ നായുടെ പാട്ട് ചരമഗീതം പോലെ പ്രകൃതിക്ക് തോന്നുന്നു. ഇതെല്ലാം കണ്ടു ചോദ്യചിഹ്നത്തിൽ നിന്ന് ആ ചന്ദ്രന്റെ മുഖം വിളറുകയാണ്. അങ്ങനെ അവസാനം ആ ഉതുപ്പാന്റെ രഹസ്യത്തെ വിശ്വസ്തയോടെ ആ കിണർ എന്ത് ചെയ്യുന്നു? ഗോപനം ചെയ്യുന്നു. ഗോപനം എന്ന് പറഞ്ഞാൽ മൂടി വെക്കുന്നു എന്നർത്ഥം. അപ്പോ ഇപ്രകാരമാണ് കഥാഭാഗം എന്ത് ചെയ്യുന്നത്? അവസാനിക്കുന്നത്. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു രീതിയിൽ നിരൂപകർ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു ഈ പറഞ്ഞ കഥയുടെ ഒരു ഭാഗം എന്നല്ല, അതായത് ഊതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ആത്മഹത്യ ചെയ്യാൻ തക്കതായിട്ടുള്ള ഒരു കാരണമൊന്നും കഥാഭാഗം നൽകുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ ഒരു വിഭാഗം ആളുകളുടെ ഇത് ഇപ്രകാരമാണ്. ആലോചിച്ച് നോക്കൂ, ഉതുപ്പാൻ ആ ഒരു കിണർ, അല്ലെ, അതായത് ബാക്കിയുള്ളവർക്ക് ഓരോരുത്തരുടെയും ഇത് വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉതുപ്പാൻ സർവസ്വവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഉദരത്തിന്റെ പരാതി അല്ലാതെ, അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടം കഴിഞ്ഞ് അദ്ദേഹത്തിന് ലഭിച്ച അല്ലെങ്കിൽ അദ്ദേഹം ചെയ്ത ജോലിയുടെ, അല്ലെങ്കിൽ അദ്ദേഹം ബാക്കി വെച്ച പണത്തിന്റെ, മിച്ചം വെച്ച പണത്തിന്റെ എല്ലാം ഈ പറയുന്ന അനന്തരഫലമാണ് ആ കാണുന്ന കിണർ. തന്റെ ജീവിതത്തിൽ ഉടനീളം സമ്പാദിച്ച, സന്തോഷിച്ച നിമിഷങ്ങൾക്ക് ഈ പറയുന്ന പോലെ എന്താണ് അടയാളമാണ് ആ കാണുന്ന കിണർ. ആ ഒരു കിണർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പലപ്പോഴും ഓരോ വരികളിലായിട്ടും 2-3 വാക്യങ്ങളൊക്കെ ആയിട്ടും നമ്മൾ വായിച്ചു തീർത്ത കാര്യം അനേക കാലത്തെ അദ്ദേഹത്തിന്റെ കഷ്ടതയുടെ ഫലമായിട്ടാണ് വന്നു ചേർന്നത് ആ കിണറിന്റെ രൂപത്തിലൂടെ. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും സന്തോഷം നൽകുന്നത് അതിനെ പരിചരിക്കുകയും അത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമാകുന്ന രൂപത്തിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ഒരു വാക്യം വരുന്നുണ്ട്, അല്ലെ, ആ ഒരു കിണറിൽ നിന്നും ആരെങ്കിലും വെള്ളം എടുത്ത് കുടിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഹൃദയം അല്ലെങ്കിൽ നിറഞ്ഞു തുളുമ്പും എന്നൊക്കെ പറയുന്ന രൂപത്തിൽ. അപ്പൊ ആ ഒരു കിണർ അത്രത്തോളം അദ്ദേഹത്തിന് വലുതാണ്. അതില്ലാതായിട്ട് ഇനി എന്ത് എന്നുള്ള ചോദ്യം, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു വീടും കുടുംബവും കുട്ടികളും ഉള്ള ഒരു കഥാപാത്രമല്ല ഉതുപ്പാൻ ആകെയുള്ളത് ആ കിണർ മാത്രമാണ്. ആ കിണർ ഇല്ലാതായിട്ട് ഇനി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കേണ്ടതില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് ഉതുപ്പാൻ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും. അപ്പോ ഉതുപ്പാൻ എന്ന് പറയുന്നത് ഈ കഥാപാത്രം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വികസന നാടുകൾ, അല്ലെങ്കിൽ വികസനത്തിന്റെ പേരിൽ വരുന്ന ഇത്തരത്തിലുള്ള ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഉദാഹരണം മാത്രമാണ്. പാവങ്ങളോട് എങ്ങനെയാണ് സമൂഹം പുലർത്തുന്ന ഇത്തരത്തിലുള്ള, അല്ലെങ്കിൽ സമൂഹം എന്തൊക്കെയാണ്
കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സമൂഹം ഇതിനു വേണ്ടിയിട്ട് ഇതാക്കുന്നത്. ഈ പറഞ്ഞ നേരത്തെ സൂചിപ്പിച്ച ഒരു കാര്യം, ഉതുപ്പാൻ എന്ന കഥാപാത്രം ഒഴികെ മറ്റ് കഥാപാത്രങ്ങൾക്കൊന്നും തന്നെ എഴുത്തുകാരൻ എന്ത് ചെയ്തിട്ടില്ല, പേര് നൽകിയിട്ടില്ല. പേര് നൽകാതെ വെറും ഈ പറയുന്ന നിഴലുകൾ, കേവലം നിഴലുകൾ മാത്രമായിട്ടാണ് കഥയിലുടനീളം അവരുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ഉതുപ്പാന്റെ ചെയ്തികളോടുള്ള അഭിപ്രായങ്ങൾ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുകയാണ് പലപ്പോഴും ഈ കഥാപാത്രങ്ങളുടെ ജോലി എന്ന് നമുക്ക് പറയാം. അപ്പോ തനിക്ക് നേരിട്ടറിവുള്ള സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് രചിച്ച രചനകളിൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കാരൂറിന്റെ രചനകളിൽ ഏറ്റവും അന്നും ഇന്നും അദ്ദേഹത്തിന്റെ മാസ്റ്റർ പീസ് രചനകളിൽ എടുത്തു നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുൻപന്തിയിൽ ഒരിക്കലും ഉറപ്പായിട്ടും ഉണ്ടാകുന്ന ഒരു കഥ, അല്ലെങ്കിൽ കഥ തന്നെയാണ് നമ്മുടെ ഉതുപ്പാന്റെ കിണർ എന്ന് പറയുന്നത്. അപ്പൊ അതിൽ യാതൊരുവിധ സംശയവും ഇല്ല. അതുകൊണ്ടാണ് ഇന്നും അതിന്റെ അല്ലെങ്കിൽ പ്രാധാന്യം ഇന്നും കുറയാതെ നിലനിൽക്കുന്നത്. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ കഥ ചർച്ച ചെയ്യുന്നത്. ഉതുപ്പാൻ എന്ന് പറയുന്ന കഥാപാത്രം, ഈ കുടുംബശൂന്യനായിട്ടുള്ള ഉതുപ്പാൻ തന്റെ ജീവിതത്തിന്റെ സർവസ്വവും നൽകിയിട്ട് തയ്യാറാക്കുന്ന കിണർ, ആ കിണറിന് വേണ്ടിയിട്ട് അദ്ദേഹം കഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ആ കഷ്ടപ്പാടിലൂടെ അദ്ദേഹം നേടിയെടുക്കുന്ന ആ കിണറിന് വേണ്ടി ചെയ്തു നൽകുന്ന സൗകര്യങ്ങൾ, ആ കിണറിനോട് അല്ലെങ്കിൽ ഉതുപ്പാന്റെ ചെയ്തികളോട് മറ്റ് ഈ പറയുന്ന അയൽവാസികളാണെന്നോ അല്ലെങ്കിൽ നാട്ടുകാരാണെന്നോ ഒക്കെ വേണമെങ്കിൽ പറയാം, അവരുടെ അഭിപ്രായങ്ങൾ, ചിന്തകൾ, പ്രതികരണങ്ങൾ ഇവയെല്ലാം എത്തി അവസാനത്തിൽ ആ ഒരു കിണറിന്റെ അവസാനത്തിലേക്ക് അടുക്കുമ്പോൾ ഉതുപ്പാനുണ്ടായ വിഷമം, മാറ്റം അപ്പോഴും നാട്ടുകാരുടെ പ്രതികരണങ്ങളും മറ്റും പറഞ്ഞുകൊണ്ട് അവസാനം ഈ ലോകത്ത് താൻ ആ കിണറില്ലാതെ താനില്ല എന്നുള്ള സത്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം കിണറിലേക്ക് ചാടിയതാണോ, അല്ലെങ്കിൽ അറിഞ്ഞാണോ അറിയാതെയാണോ എന്നറിയില്ല, അതിലേക്ക് വീണ് മരണം വരിക്കുന്നതോട് കൂടിയിട്ട് പാഠഭാഗം അവസാനിക്കുന്നു. അപ്പോ നമ്മുടെ ഇന്നത്തെ ചർച്ച ഈ പറയുന്ന കാരൂർ നീലകണ്ഠപിള്ളയുടെ എക്കാലത്തെയും പ്രശസ്തമായിട്ടുള്ള ചെറുകഥാഭാഗം ഉതുപ്പാന്റെ കിണർ എന്നുള്ളതായിരുന്നു. അപ്പോ എന്തായാലും എല്ലാവർക്കും കഴിയുന്ന രൂപത്തിൽ ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് മറ്റൊരു മലയാളം ക്ലാസ്സിൽ കണ്ടുകിട്ടും വരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. താങ്ക് യു.